എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1770 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ നജീബ് അഹമ്മദ്, BHMS, IFM, FINEM, MBA, HCS. ഇതിനോടകം അനേകം വിജ്ഞാനപ്രദമായ ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതശൈലിയിൽ സ്വീകരിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഡോക്ടർ നമുക്ക് എടുത്തു തരാറുള്ളത്. ഡോക്ടർക്ക് 15 വർഷത്തെ ചികിത്സാ പരിചയമാണുള്ളത്. ഉറക്കം 101, ക്ലിനിക്കൽ പ്രാക്ടീസിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ശാസ്ത്രഭാഗങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് നജീബ് അഹമ്മദ് ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. നമസ്കാരം, എല്ലാവർക്കും നല്ലൊരു ഈവനിങ് നേരുന്നു. താങ്ക് യു ഡോക്ടർ മറിയാമ്മ. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് പോവുകയാണ്. ഡോക്ടർ റാം പർവേഷ് സ്റ്റിൽ ദേർ. സോ ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ ടോപ്പിക്ക് പറഞ്ഞുവല്ലോ, ഉറക്കത്തെക്കുറിച്ചാണ്. ഞാൻ ഇന്ന് കഥയൊന്നും പറയാതെ തുടങ്ങാന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒരു കഥ തിക്കിത്തിരക്കി വന്നു. ഒരു രക്ഷയുമില്ല, കഥ പറയാതെ ഒന്നും തുടങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഒരു കഥ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. സ്ക്രീൻ കാണാലോ അല്ലേ? സ്ക്രീൻ കാണാം. ഡോക്ടറുടെ വീഡിയോ ഇല്ല. വീഡിയോ ഇല്ല. ഇപ്പോഴോ? അല്ല, സ്ക്രീൻ ഉണ്ട്. ഡോക്ടറുടെ വീഡിയോ കാണുന്നില്ല. ഇല്ല ഇല്ല. ഞാനൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്താലോ? ഇപ്പോഴോ? ഇല്ല. ഓ, സെക്കൻഡ്. അതെന്താ വീഡിയോ ഇല്ലാത്ത? ഒരു മിനിറ്റ്, ഒന്ന് ശരിയാക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് മതി. തൽക്കാലം ഒന്ന് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോ വന്നിട്ടില്ല. ഒരു അതൊന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വേറൊരു തേർഡ് പാർട്ടി വീഡിയോ സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യണത്, അതുകൊണ്ടായിരിക്കണം. ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. അതെ, അങ്ങനെയാ കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നു. സ്ക്രീൻ ഷെയർ ചെയ്തപ്പോഴാണ് ഇത് പോയത്. ശരിയായി. ഏതായാലും തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒഴിവാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ യൂസ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഇനി ശരിയാവുമായിരിക്കും. യെസ്, ഇപ്പോൾ സ്ക്രീനും കാണാലോ അല്ലേ? സ്ക്രീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാണാം. യെസ്, പ്രസന്റ്. ക്ലിയർ. ഓക്കെ. വൺസ് അഗെയിൻ, ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യന് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നല്ല സ്ട്രെച്ചബിലിറ്റി ഉള്ള ഒരു ആമാശയവും നൽകി. അവനേക്കാൾ നീളമുള്ള ചെറുകുടലും വൻകുടലും നൽകി. ഇതെല്ലാം കൊടുത്തിട്ട് അവൻ്റെ ഈ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി അവന് കൈകാലുകൾ നൽകി. അവൻ്റെ ആശകൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ വേണ്ടി അവന് നല്ലൊരു തലയും തലച്ചോറും നൽകി. അവൻ രാപ്പകൽ ഓടുകയാണ് തൻ്റെ ആശകൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി, തൻ്റെ ഈ ആമാശയം നടക്കാൻ വേണ്ടി. അവൻ രാത്രിയും പകലുമെന്നില്ലാതെ നെട്ടോട്ടത്തിലാണ്. അങ്ങനെ അവൻ പലതും നേടിക്കൊണ്ടേയിരുന്നു. ഒരു ഭാഗത്ത് നേട്ടങ്ങൾക്കുമേൽ നേട്ടങ്ങൾ നേടുമ്പോഴും മറുഭാഗത്ത് അവൻ്റെ ഓരോ അവയവങ്ങളും പിണങ്ങുകയാണ്. ഓരോ അവയവങ്ങളും തേയ്മാനം വന്ന് പണിമുടക്കിലേക്ക് പോവുകയാണ്. അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പല രീതിയിലുള്ള വെല്ലുവിളികളെയും വേദനകളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവൻ്റെ ആഗ്രഹങ്ങൾ ഒട്ടും കുറഞ്ഞില്ല, പക്ഷെ അവൻ്റെ ശേഷി ഒരുപാട് കുറഞ്ഞു. ഇയാളൊന്ന് തിരിച്ചു വിളിക്കാൻ പറയട്ടെ. ഒരു മീറ്റിംഗിലാണ്, പിന്നെ വിളിക്കുമോ? സോറി കേട്ടോ. സോ അവൻ്റെ ആഗ്രഹങ്ങൾ ഒട്ടുമേ കുറഞ്ഞില്ല. മറുഭാഗത്ത് നിരന്തരമായി
അവൻ്റെ പ്രശ്നങ്ങളും വേദനകളും കൂടി വന്നു. അവൻ ദൈവത്തോട് ആവലാതി പറഞ്ഞു, ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ആഗ്രഹങ്ങൾ ഒട്ടുമേ കുറഞ്ഞിട്ടില്ല, എൻ്റെ പശിയുടെ അങ്ങിയിട്ടേ ഇല്ല, പക്ഷെ എൻ്റെ അവയവങ്ങൾ, എൻ്റെ കൈകാലുകൾ വേദനിക്കുന്നു, എനിക്ക് ഓടാൻ വയ്യ. അങ്ങനെ ദൈവം അവിടത്തേക്ക് ദൈവത്തിൻ്റെ കൊട്ടാരത്തിൽ ഏറ്റവും വിദഗ്ധനായ വൈദ്യനെ അയച്ചു. ഹിപ്നോസ് എന്നായിരുന്നു ആ വൈദ്യന്റെ പേര്. അങ്ങനെ ആവലാദികൾ പറഞ്ഞു, ദൈവം വൈദ്യനെ അയച്ചു. വൈദ്യൻ ഭൂമിയിലേക്ക് വന്നു. വൈദ്യൻ മാത്രമല്ല, മൊത്തം കുടുംബം വന്നു, വൈദ്യ കുടുംബം. കുടുംബത്തിലെല്ലാവരും വൈദ്യരാണ്. ഹിപ്നോസിന്റെ ഭാര്യ പാസിറ്റിയ, ഹിപ്നോസിന്റെ മക്കൾ, ഉദാഹരണത്തിന് ഹിപ്നോസിന്റെ മക്കളായിരിക്കുന്ന മോർഫിയസ്, ഫാന്റോസസ്, ഫൊബറ്റർ, മക്കളൊക്കെ വന്നു. ഹിപ്നോസ് പണി തുടങ്ങി. ഹിപ്നോസ് ഓരോ രോഗികളെ നോക്കുമ്പോഴും രോഗികൾ വേദന കൊണ്ട് പൊളിയുകയാണ്. രോഗികൾക്ക് ചികിത്സ താങ്ങാൻ പറ്റുന്നില്ല, രോഗികൾ സഹകരിക്കുന്നില്ല, അത്രയും വേദനയാണ്. അന്ന് പെയിൻ കില്ലറുകൾ കണ്ടുപിടിച്ചിട്ടില്ല, അന്ന് നമ്മുടെ ആർണിക്ക പ്രൂവ് ചെയ്തിട്ടുമില്ല. ആ ഒരു കാലത്ത് ഹിപ്നോസ് വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹിപ്നോസിന് ഒരു ആശയം തോന്നിയത്. സ്വർഗത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ഒരു അത്ഭുത മരുന്ന് അദ്ദേഹം കൊണ്ടുവന്നു. ചികിത്സിക്കണമെങ്കിൽ ഈ ഒരു കാര്യം വേണം. അദ്ദേഹം മനുഷ്യന് ഉറങ്ങാൻ പഠിപ്പിച്ചു. മനുഷ്യന് ഉറങ്ങാൻ പഠിപ്പിച്ചതിന് ശേഷം ചികിത്സ മൊത്തം ഉറക്കത്തിലായി. ഉറങ്ങുന്ന സമയത്താണ് ഹിപ്നോസിന്റെ എല്ലാ ചികിത്സയും തുടങ്ങുന്നത്. അങ്ങനെ ഹിപ്നോസ് അദ്ദേഹത്തിന്റെ ചികിത്സകൾ ആരംഭിക്കുന്നു. രാത്രി കാലങ്ങളിൽ ഹിപ്നോസ് വരുന്നു, ചികിത്സിക്കുന്നു. ഹിപ്നോസിന്റെ കുടുംബം ചികിത്സിക്കുന്നു. രാവിലെ എല്ലാവരും പോകുന്നു, പിറ്റേന്ന് രാത്രി വീണ്ടും വരുന്നു. ഇങ്ങനെയുള്ള ഒരു ചികിത്സാ രീതി ഹിപ്നോസ് തുടങ്ങി വെച്ചു. ഹിപ്നോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗ്രീക്ക് ഭാഷയിൽ ഉറക്കത്തിന്റെ മറ്റൊരു പേരാണ് ഹിപ്നോസ്. ഹിപ്നോസ് ആദ്യഘട്ടത്തിൽ ഹിപ്നോസിന്റെ ഭാര്യ മിടുക്കിയായ ഒരു തെറാപ്പിസ്റ്റാണ്. പലതരം മെഡിറ്റേഷൻ, പലതരം കൗൺസിലിംഗ്, പലതരം റിലാക്സേഷൻ മെത്തേഡുകളിലൂടെ ഹിപ്നോസിന്റെ ഭാര്യയായ പാസിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത് പസീത്തിയയിൽ നിന്നാണ്. പാസിഫൈയിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പസീത്തിയ വിശ്രാന്തി നൽകുന്നു. അതിനുശേഷമാണ് അതായത് നമ്മളെ ആൽഫാ സ്റ്റേറ്റിലേക്ക്, ഉറക്കത്തിന്റെ ആൽഫാ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. പിന്നീട് ഉറക്കത്തിന്റെ 1, 2, 3 ഘട്ടങ്ങളിൽ ഹിപ്നോസ് നമ്മുടെ ശരീരത്തിൽ എല്ലാ തരത്തിലുള്ള മരാമത്ത് പണികളും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഹാർഡ്വെയറിനെയും അദ്ദേഹം റിപ്പയർ ചെയ്യും. റീജുവിനേഷൻ ഒരുതരം സ്പാ ട്രീറ്റ്മെന്റ് ആണ്. റിജുവിനേഷൻ, റിപ്പയർ, അതുപോലെ റീഹാബിലിറ്റേഷൻ, അതുപോലുള്ള പലതരം സുഖചികിത്സകൾ, പലതരം ഉഴിച്ചിലും പിഴിച്ചിലുകളും നടത്തിയിട്ട് നമ്മുടെ ടോക്സിൻസ് ഒക്കെ നീക്കി ഡീടോക്സിഫിക്കേഷൻ ചെയ്തിട്ട് ഹിപ്നോസ് നമ്മുടെ ഹാർഡ്വെയറിനെ, നമ്മുടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹം റിപ്പയർ ചെയ്യുന്നു. പിന്നീട് അടുത്ത ഘട്ടമാണ്. ആദ്യത്തെ ഉറക്കത്തിന്റെ 1, 2 ഘട്ടങ്ങളിൽ ഹിപ്നോസ് അദ്ദേഹത്തിന്റെ പണിയെടുക്കുകയും 3 ഘട്ടം കഴിയുമ്പോൾ പിന്നീട് വലിയൊരു കടമ്പ് ബാക്കിയുണ്ട്. ഹാർഡ്വെയർ സിസ്റ്റം ശരിയായി, അതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രോസസ്സുകളും ശരിയായി. പക്ഷെ ഇനി സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് മെമ്മറി, റാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളുണ്ട്. ക്യാഷ് ക്ലീൻ ചെയ്യണം. അതുപോലെ റാം അല്ലെങ്കിൽ റോം, റാൻഡം ആക്സസ് മെമ്മറി, ഇതൊക്കെ സിസ്റ്റമറ്റൈസ് ചെയ്യണം. അതുപോലെ പലതരം സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യണം. ഇതിന് മുമ്പോട്ട് വരുന്നത് ഹിപ്നോസിൻ്റെയും പാസറ്റിയുടെയും മക്കളായ സാക്ഷാൽ മോർഫിയസും ഫാന്തോസസൊക്കെയാണ്. ഫാന്റസി നിങ്ങൾക്കറിയാം, ഫാന്റോസ് എന്ന പേരിൽ നിന്ന് ഫാന്റസി വന്നിരിക്കുന്നത്. അതുപോലെ മോർഫിയസ് സ്വപ്നങ്ങളുടെ കുമാരനാണ്, സ്വപ്നങ്ങളുടെ എക്സ്പേർട്ടാണ്. ഇന്നത്തെ ഈ പറയുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ, ഈ പറയുന്ന മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ, ബുദ്ധിയുടെ, ആശയങ്ങളുടെ മെമ്മറി രജിസ്ട്രേഷൻ്റെ, അതുപോലുള്ള സിസ്റ്റമറ്റൈസേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് കയ്യിലുള്ളത് ന്യൂജൻ ആയിട്ടുള്ള ഈ പിള്ളേരുടെ കയ്യിലാണ്. മോർഫിയസിൻ്റെയും ഫാന്തോസസിൻ്റെയും കയ്യിലാണ്. സ്വാഭാവികമായിട്ടും അവർ പണി തുടങ്ങുന്നു. അവർ റെം സ്റ്റേജിലാണ് അവരുടെ പണി നടക്കുന്നത്. ഉറക്കത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടങ്ങൾ, അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിളിൻ്റെ അവസാനത്തെ ഘട്ടം, പ്രത്യേകിച്ച് മോർണിംഗ് അവേഴ്സിൽ, ടുവാർഡ്സ് മോർണിംഗ് അവേഴ്സ്, എൻഡ് ഓഫ് ദ സ്ലീപ്പ് സൈക്കിൾസ്,
ഇതിനാണ് മോർഫിയസ് ഒക്കെ പ്രത്യേകിച്ച് പണിയെടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ തലച്ചോറിന്റെ മെമ്മറി രജിസ്ട്രേഷൻ പോലുള്ള, തലച്ചോറിന്റെ ഡീടോക്സിഫിക്കേഷൻ പോലുള്ള, പിന്നെ ഗ്ലിയൽ സെൽസിന്റെ ഡീക്ലസ്റ്ററിങ് പോലുള്ള പല രീതിയിലുള്ള പണികളും നടക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ മക്കളും അച്ഛനും അമ്മയും കൂടി വലിയ പണിയെടുത്ത്, മരാമത്ത് പണികളെടുത്ത് അവർ തിരിച്ചു പോകുന്നു. അങ്ങനെ നമുക്ക് സ്ലീപ്പ് എന്ന ഒരു വലിയ ആയുധം നമ്മൾക്ക് ഈ ഹിപ്നോസും ഫാമിലി നമ്മൾക്ക് തരുന്നു. ഇന്നും അവർ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് അവർ വരുമ്പോൾ അവർക്ക് പലതരം പ്രതിസന്ധികളും ആണ് നമ്മൾ തിരിച്ച് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. പലതരം അസൗകര്യങ്ങളും നമ്മൾ ഈ സ്ലീപ്പ് ഫാമിലിക്ക്, ഹിപ്നോസിന്റെ ഫാമിലിക്ക് നമ്മുടെ ജീവിതത്തിലെ അരുതായ്മകൾ കാരണം, നമ്മുടെ കയ്യിലിരിപ്പ് കാരണം പലതരം വെല്ലുവിളികൾ നമ്മൾ റിപ്പയർ ചെയ്യാൻ വരുന്ന ഈ കുടുംബത്തിന് മുമ്പിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വൈ സ്ലീപ്പ് സയൻസ് ഇസ് സോ ക്രിട്ടിക്കൽ ഇൻ അവർ പ്ലാൻ. ഹോമിയോപ്പതിക് പ്രാക്ടീസിൽ അല്ലെങ്കിൽ ഏത് വൈദ്യശാസ്ത്രത്തിനും ഉറക്കത്തിന്റെ ശാസ്ത്രം എന്തുകൊണ്ട് വളരെ വളരെ പ്രസക്തമാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം, നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യത്തിന്റെ 4 പില്ലറുകളിൽ ഒന്നാണ് ഉറക്കം. വ്യായാമം പോലെ, ഭക്ഷണം പോലെ, നമ്മുടെ മനസ്സിന്റെ വിശ്രാന്തി പോലെ, റിലാക്സേഷൻ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പം ഇന്ന് നമ്മൾക്കറിയാം, ഉറക്കത്തെക്കുറിച്ച് വലിയ കൺസേൺ, മുമ്പത്തെക്കാളും വലിയ കൺസേൺസ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉറക്കത്തിനെ കുറിച്ചുള്ള ആകുലതകൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. അതുപോലെ സ്ലീപ്പിനെ കുറിച്ചുള്ള പല രോഗങ്ങളുടെയും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് സ്ലീപ്പിന്റെ ഒരു റോള് വളരെ വളരെ വലിയ ഇതാണ്. സ്ലീപ്പ് ഒരു തരത്തിലുള്ള ഒരു തരം റോൾ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. മറിച്ച് അതുപോലെ ഇൻസോംനിയ പോലുള്ള ഉറക്കമില്ലായ്മയുടെ വലിയ രീതിയിലുള്ള വളർച്ച. അതുപോലെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്റർനെറ്റിലേക്ക് പോയി നമ്മുടെ രോഗികൾ പലതും പകുതി പഠിച്ചു വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾക്ക് തന്നെ ഉണ്ടാവുന്ന കൺഫ്യൂഷൻ, പലതരം എംബാരസ്മെന്റുകൾ, ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ തന്നെ ഉറക്കവുമായി ബന്ധപ്പെട്ട ചാലഞ്ച്, എൻ്റെ ചാലഞ്ച് ഞാൻ നേരിടേണ്ടിയിരിക്കുന്നു, നിങ്ങളുടെ ചലഞ്ച് നിങ്ങൾ നേരിടേണ്ടിയിരിക്കുന്നു. നമ്മുടെ തന്നെ ചലഞ്ചുകൾ നേരിടിക്കാൻ നമ്മൾക്ക് ഉറക്കത്തെക്കുറിച്ചുള്ള സാക്ഷരത അത്യാവശ്യമാണ്. ആ സാക്ഷരതയുടെ ABCD ആണ് നമ്മൾ സ്ലീപ്പ് 101 എന്ന നിലക്ക് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഉറങ്ങുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലിറ്റിൽ സയൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബ്രെയിനിന്റെ സ്ലീപ്പിലുള്ള റോളുകൾ, അതുപോലെ എന്തുകൊണ്ട് സ്ലീപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്, സിർക്കേഡിയൻ റീതം എന്ന് പറയുന്ന ജൈവ ഘടികാരത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് പറയും. അതുപോലെ 4 സ്റ്റേജുകൾ അല്ലെങ്കിൽ 5 സ്റ്റേജുകൾ ഉറക്കത്തിന്റെ. പിന്നെ ഉറക്കത്തിന്റെ 4 തൂണുകൾ, പില്ലറുകളായ QQRT, അതെന്താണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്ലീപ്പ് ആൻഡ് ബ്രെയിൻ. നമ്മുടെ സൂര്യൻ അറബിക്കടലിലേക്ക് ഇങ്ങനെ താണുകൊണ്ടിരിക്കുകയാണ്, കുളിക്കാൻ പോവുകയാണ്, ഇരുട്ടായി. വാച്ച് ടവറിലിരുന്ന് കണ്ണിലെ റെറ്റിന ഹൈപ്പോതലാമസിനോട് പറയുകയാണ് ഇരുട്ടായിട്ടോ, ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഹൈപ്പോതലാമസിലേക്ക്, ഇരുട്ടായി എന്നുള്ള മെസ്സേജ്. ഹൈപ്പോതലാമസ് വലിയ ഒരു മിലിറ്ററി കണ്ടോൺമെന്റ് ഇതാണ്, അല്ലെങ്കിൽ ഒരു കമാൻഡ് സെന്റർ ആണ്. ഉടനെ തന്നെ അവിടെ വലിയ രീതിയിലുള്ള മൂവ്മെന്റ്സ്, മൊബിലൈസേഷൻ നടക്കുകയാണ്. ഹൈപ്പോതലാമസ് പലതരം മെസ്സഞ്ചേഴ്സിനെ ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് അയക്കുകയാണ്. 3 പ്രധാനപ്പെട്ട കുതിരക്കാര്, ഒരു കുതിരയും കുതിരക്കാരനും പോകുന്നത് ഹൈപ്പോതലാമസിലെ തന്നെ സുപ്രകാസ്മെറ്റിക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്കാണ്. നമ്മുടെ സ്ലീപ്പിന്റെ, ഉറക്കത്തിന്റെ, അല്ലെങ്കിൽ ഇന്റേണൽ ക്ലോക്കിന്റെ, നമ്മുടെ സിർക്കേഡിയൻ റിതം നിയന്ത്രിക്കുന്ന ക്ലോക്കിന്റെ ഒരു ഘടകമാണത്. അത് നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ആ കയാസ്മാറ്റിക് സെന്ററിൽ നിന്നാണ് അടുത്ത കമാൻഡുകൾ പോകുന്നത്. ഹൈപ്പോതലാമസ് ഒരു കുതിരയെ അയക്കുന്നത് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ RAS. വളരെ രസകരമാണ് റാസിന്റെ വിശേഷങ്ങൾ, നമ്മൾ അതിലേക്ക് വരാം. പിന്നെ ഒരു കുതിരക്കാരൻ പോകുന്നത് സെറിബ്രൽ കോർട്ടക്സിലേക്കാണ്. സെറിബ്രൽ കോർട്ടക്സിൽ പലതരം ഫയലുകളും പലതരം ഇൻഫർമേഷൻസും പലതരം ഡാറ്റകളും അവിടെ തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ്. ഈ ഡാറ്റകളൊക്കെ ചെതറി കിടക്കുകയാണ്. രാത്രിയായി, ഇത് അടുക്കി വെക്കേണ്ട സമയമാണ്. ഇതിനെ ഡിജിറ്റൽ സിസ്റ്റമാറ്റൈസ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഒരു മെസ്സേജ് ഹൈപ്പോതലാമസ് അയക്കുന്നത് സെറിബ്രൽ കോർട്ടക്സിലേക്കാണ്, ഒരു കുതിരക്കാരൻ പോകുന്നത്. അടുത്ത കുതിരക്കാരനും കുതിരയും പോകുന്നത് പൈനിയൽ ഗ്ലാൻഡിലേക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട
ഉറക്കത്തിന്റെ വജ്രായുധം എന്ന് നമുക്ക് പറയാവുന്ന മെലറ്റോണിൻ കിടക്കുന്നത് ഈ പറയുന്ന പിനിയൽ ഗ്ലാൻഡിന്റെ ഗ്രന്ഥികളുടെ പണിയാണ്. അവരാണ് അത് നിർമ്മിക്കുന്നതും നിയന്ത്രിക്കുന്നതും. സ്കിന്നും വലിയൊരു റോൾ അതിന്റെ പ്രിക്കേഴ്സസ് ഉണ്ടാക്കുന്നതിനുണ്ട്. പുതിയ അറിവുകൾ അനുസരിച്ച് അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പൈനിയൽ ഗ്ലാൻഡ് ഈസ് വൺ ഓഫ് ദ മെയിൻ പ്രൊഡ്യൂസർ. അപ്പൊ സിർക്കേഡിയൻ റിതത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ബ്രെയിൻ അതിന്റെ പണികളൊക്കെ എടുത്തു. ബ്രെയിനിന്റെ ആ ഒരു മൊബിലൈസേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് സിർക്കേഡിയൻ റിതത്തിന്റെ ഒപ്റ്റിമൈസേഷനിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിർക്കേഡിയൻ റിതത്തിന്റെ മെക്കാനിസം നടക്കുന്നത് പലതരം ആന്റഗോണിസ്റ്റിക് റിയാക്ഷൻസിലൂടെയാണ്. മൂന്നാല് പ്രധാനപ്പെട്ട ശത്രുക്കൾ, നമ്മൾ സെപ്പിയ ലാക്കസിസ് എന്നൊക്കെ പറഞ്ഞ പോലെ ആന്റഗോണിസ്റ്റിക് ഇനിമിക്കൽ റിലേഷൻഷിപ്പ് ഉള്ള കെമിക്കൽസിന്റെ സ്വിച്ചിങ് ഓൺ സ്വിച്ചിങ് ഓഫ് അല്ലെങ്കിൽ അക്യുമുലേഷൻ ആൻഡ് ഡ്വിൻഡ്ലിംഗ് ഓഫ് അല്ലെങ്കിൽ വെയിനിങ് ഓഫ് ഇത് നടക്കുമ്പോഴാണ് സിർക്കേഡിയൻ റതം. അതായത് തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടി അയഞ്ഞേ തീരുള്ളൂ. നമ്മൾ നോക്കാം ഏതൊക്കെയാണ് തൊമ്മന്മാരെന്ന് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ചാണ്ടിമാരെന്ന്. മെലറ്റോണിൻ എന്ന ഒരു തൊമ്മൻ ശരീരത്തിൽ വളരണമെങ്കിൽ ബോഡി ടെമ്പറേച്ചർ എന്ന ചാണ്ടി അയഞ്ഞേ പറ്റുള്ളൂ. ബോഡി ടെമ്പറേച്ചർ താഴോട്ട് പോകണം. സിർക്കേഡിയൻ റിതത്തിന്റെ പണി അങ്ങനെയാണ്. അത് ഒരു ഘട്ടത്തിൽ, അതായത് ബോഡി ടെമ്പറേച്ചർ കൂടുന്നു. അതായത് നമ്മൾ പകല് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് കോർ ടെമ്പറേച്ചർ. ആ സമയത്ത് മെലറ്റോണിൻ പകൽ വളരെ കുറവായിരിക്കും. രാത്രിയാകുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ മെലറ്റോണിൻ കൂടുള്ളൂ. മെലറ്റോണിൻ കൂടിയാൽ മാത്രമേ നമ്മൾക്കൊരു റിഫ്രഷിങ് റീജുവനേറ്റിംഗ് സ്ലീപ്പ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു തൊമ്മനായുമ്പോൾ മറ്റേ ചാണ്ടി മുറുകുന്നു. ഇങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങലിലൂടെയാണ് നമ്മുടെ ഈ ക്ലോക്ക് വളരെ ഫലപ്രദമായി വർക്ക് ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറക്കത്തിന്റെ ഒരു ഹോർമോൺ അല്ലെങ്കിൽ ഒരു ഘടകമാണ് അഡിനോസിൻ. അഡിനോസിൻ നമ്മുടെ സൂര്യൻ രാവിലെ ഉദിച്ചു പൊങ്ങുന്നതോടെ അഡിനോസിനും അതിൻ്റെ കൂടെ പോകും. മറിച്ച് സൂര്യൻ അസ്തമിച്ചാലും അഡിനോസിൻ പൊങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെ അഡിനോസിൻ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അഡിനോസിൻ നമ്മുടെ സ്ലീപ്പ് ഡ്രൈവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഹോർമോൺ. നമുക്ക് സ്ലീപ്പിനുള്ള തേഴ്സ്റ്റ് ഉണ്ടാകുന്നത്, സ്ലീപ്പിനുള്ള വിശപ്പ് ഉണ്ടാകുന്നത്, ഉറങ്ങാൻ നമുക്ക് തോന്നുന്നത്, സ്ലീപ്പിനെ ലോഡ് ചെയ്യുന്നത് അഡിനോസിൻ ലോഡിലൂടെയാണ്. അഡിനോസിൻ കൂടി കൂടി അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള നമ്മുടെ ഉറക്കത്തിന്റെ ഒരു ഡ്രൈവ് കൂടി വരും. നമ്മൾ ഉറങ്ങാൻ തുടങ്ങുന്നതോടെ, നമ്മുടെ ആൽഫ സ്റ്റേജിൽ കയറുന്നതോടെ, ഉറക്കത്തിന്റെ ആദ്യത്തെ ഘട്ടത്തെയാണ് ആൽഫ സ്റ്റേജ് എന്ന് പറയുന്നത്. ആൽഫ വേവ്സ് തലച്ചോറിൽ ഉണ്ടാവുന്ന സ്റ്റേജ്. അവിടെ നമ്മൾ എത്തുമ്പോൾ അഡിനോസിൻ പയ്യെ താഴോട്ട്, നമ്മുടെ നാറാണത് ഭ്രാന്തൻ കല്ലുരുട്ടി മുകളിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് താഴോട്ട് ഉരുട്ടിവിടുന്നത് പോലെ അഡിനോസിൻ താഴോട്ട് അടുത്ത 6 മണിക്കൂർ 7 മണിക്കൂറിൽ അഡിനോസിൻ താഴോട്ട് വരുന്നു. ഇതൊരു നിരന്തരമായി പകല് കൂടുന്നു രാത്രി കുറയുന്നു. മെലറ്റോണിൻ തന്നെ രാത്രി കൂടുന്നു പകല് കുറയുന്നു. നിരന്തരമായ ഇത്തരം ചക്രങ്ങളിലൂടെ, സൈക്കിൾസിലൂടെ ചാക്രികമായിട്ടാണ് ഈ ക്ലോക്ക് വളരെ കുറ്റമറ്റ രീതിയിൽ പണിയെടുക്കുന്നത്. അടുത്ത ഒരു തൊമ്മനും ചാണ്ടിയും ഇതാണ് കോർട്ടിസോൾ. നമ്മുടെ കോണിയും പാമ്പും പോലെയാണ്. അതായത് കോർട്ടിസോൾ കൂടുമ്പോൾ മെലറ്റോണിൻ കുറയും. അതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ പലതരം സ്ട്രെസ്സുകൾ ഉണ്ടാകുമ്പോൾ ഉറക്കത്തിന്റെ ഹൈജീനിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ലോ സ്ട്രെസ് ലെവൽ. രാവിലെ നമ്മൾ കോർട്ടിസോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഒരു വളരെ വില്ലനായിട്ടാണ് നമ്മൾ കോർട്ടിസോളിനെ മൊത്തത്തിൽ ചിന്തിക്കാറുള്ളത്. പക്ഷെ കോർട്ടിസോൾ ഇസ് എ വെരി എസെൻഷ്യൽ തിങ് ഫോർ അവർ പ്രൊഡക്ടിവിറ്റി. കോർട്ടിസോൾ വളരെ നല്ല സാധനമാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല പണിയെടുക്കുന്നത് അത് രാവിലെയാണ്, മോർണിംഗ് അവേഴ്സിലാണ്. ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ആകുമ്പോൾ കോർട്ടിസോൾ അതിൻ്റെ ഒരു ഒപ്റ്റിമൽ ലെവലിലേക്ക് എത്തുന്നു. മോർണിംഗിൽ ആദ്യത്തെ 2-3 മണിക്കൂറിലാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് കോർട്ടിസോൾ ഉണ്ടാവുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തലച്ചോറുകൾ വർക്ക് ചെയ്യുന്നത്, ഏറ്റവും നല്ല രീതിയിൽ അവൻ്റെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഉണ്ടാവുന്നത്. അപ്പോൾ കോർട്ടിസോൾ കൂടുമ്പോൾ മെലറ്റോണിൻ സ്വാഭാവികമായിട്ട് കുറയും. കാരണം അവന് ഉറങ്ങേണ്ട സമയമല്ല, അവന് വർദ്ധിത വീര്യത്തോടെ നല്ല പണിയെടുത്ത് അവൻ്റെ ഗോളുകൾ അച്ചീവ് ചെയ്യേണ്ട സമയമാണ്. സ്വാഭാവികമായിട്ടും അവൻ്റെ കോർട്ടിസോൾ കൂടുന്നു. പകലുകളിൽ മെലറ്റോണിൻ താഴെയാണ്. രാത്രി മെലറ്റോണിൻ പൊങ്ങണമെങ്കിൽ കോർട്ടിസോൾ താഴോട്ട് പോയേ പറ്റുള്ളൂ. കോർട്ടിസോൾ കൂട്ടുന്ന പലതരം പണികൾ നമ്മൾ എടുത്താൽ, കഫീൻ കഴിക്കുന്നത്, പലതരം സ്ട്രെസ്സിലൂടെ പോകുന്നത്, പലതരം വാഗ്വാദങ്ങൾ, TV പ്രോഗ്രാമുകൾ, പലതരം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള തലയണ മന്ത്രങ്ങൾ, നമ്മളെല്ലാ ഭാണ്ഡങ്ങളും ഭാര്യയും ഭർത്താവും ചർച്ച ചെയ്യുന്നത് മിക്കവാറും രാത്രിയായിരിക്കും, ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉറക്കത്തിന്റെ എല്ലാ
സാധ്യതകളെയും തല്ലിക്കെടുത്താനും അടുത്ത കുറെ മണിക്കൂറിലേക്ക് ഇതിനെ ഉരുട്ടിക്കൊണ്ടുപോകാനും അതിനെ ചവച്ചുകൊണ്ടിരിക്കാനും കിട്ടുന്ന ഒരു സാധനമാണ് ആ സമയത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ വി ഷുഡ് ബി വെരി മച്ച് മൈൻഡ്ഫുൾ ഇൻ ദാറ്റ്. അപ്പോൾ പലതരം എന്താണ് മുറുകലുകളും അയലുകളുടെയും ഒരു ചാക്രികമായിട്ടുള്ള കോണിയം പാമ്പ് അല്ലെങ്കിൽ കീരിയം പാമ്പ് പോലുള്ള റിലേഷൻഷിപ്പ്, നമ്മൾ പറയുന്ന പോലെ സെപ്പിയയും ലാക്സിസും പോലെ ഇനിമിക്കൽ റിലേഷൻഷിപ്പിന്റെ ഫലപ്രദമായ ഒരു കമ്പോസിഷനിലൂടെയാണ് നമ്മുടെ ബോഡിയുടെ ജൈവ ഘടികാരം പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് ഉറക്കം വളരെ വളരെ പ്രധാനമാണെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾക്ക് ഒരു വ്യക്തിക്ക് 3-4 ദിവസം വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റും. 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം. 5ാമത്തെ ദിവസം അവന്റെ കിഡ്നി പോലുള്ള സംഭവങ്ങൾ, 4ാമത്തെ ദിവസത്തിന്റെ പകുതി ആകുമ്പോഴേ തന്നെ വ്യക്തികളുടെ ഇതനുസരിച്ച് അവന്റെ പല ഇത് പ്രവർത്തനരഹിതമാകും, അവൻ മരണത്തിലേക്ക് പോകും. 6-7 ദിവസം അല്ലെങ്കിൽ ഒരു 25 ദിവസം അവന് ഭക്ഷണമില്ലാതെ അവന് പോവാം. നല്ല വണ്ണമൊക്കെ ഉള്ള അത്യാവശ്യം ഫാറ്റ് സ്റ്റോറൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു 25-26 ദിവസം ഭക്ഷണമില്ലാതെ അദ്ദേഹത്തിന് പോകാൻ പറ്റും. ഒരാൾക്ക് ഉറക്കമില്ലാതെ എത്ര കാലം മുന്നോട്ട് പോകാൻ ജീവിക്കാൻ പറ്റും? അവന്റെ സിസ്റ്റം എപ്പോഴാണ് ഫെയിൽ ആവുക? 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ അവന്റെ സിസ്റ്റംസ് ഫെയിൽ ആവുന്നത്. 6-7 ദിവസം കഴിയുമ്പോൾ ടോട്ടൽ ഡിസ്റപ്ഷൻ ഓഫ് സിസ്റ്റം ഉണ്ടാകും. അവന്റെ തലച്ചോറുകളൊക്കെ പൂർണ്ണമായി പണിപ്പെടും. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം. സോ ഇമ്പോർട്ടൻറ്റ്. സ്ലീപ്പ് അതിന്റെ ഫിസിക്കൽ റെലവൻസ് എന്തൊക്കെയാണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾക്ക് ബോഡിയുടെ കില്ലർ സെൽസ് ആക്ടിവിറ്റി 70% ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പണന്റ് ആണ്. എൻഹാൻസ്മെന്റ് നടക്കുന്നത്. പിന്നെ സ്ലീപ്പ് ഡിപ്രിവേഷനിൽ പലപ്പോഴും 70% അതിന്റെ തകർച്ചയുണ്ടാകുന്നു. ഹൃദയത്തിന്റെ ഹെൽത്ത്, അതുപോലെ വെയിറ്റ് റെഗുലേഷൻ പോലുള്ള സ്ലീപ്പ് ആൻഡ് വെയിറ്റ് റെഗുലേഷൻ വളരെ വിശദമായ ഒരു മുഴുവൻ സെഷൻ തന്നെ എടുക്കാനുള്ള രസകരമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്ലീപ്പ് റെഗുലേഷനും വെയിറ്റ് മാനേജ്മെന്റും. അപ്പം അത്ര ഹങ്കർ ഹോർമോൺ എന്താണ് ഗ്രലിൻ പോലുള്ള അതുപോലെ ലെപ്റ്റിൻ പോലുള്ള ഹോർമോണുകളുടെ ബാലൻസ് നിയന്ത്രിക്കുന്നതിൽ സ്ലീപ്പിന്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ പ്രോബ്ലം സോൾവിങ് പോലുള്ള ഫോക്കസ്, അറ്റൻഷൻ, അതാണ് പ്രോബ്ലം സോൾവിങ് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ ക്ലാരിറ്റിയിലൂടെ നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് ഹിപ്നോസിന്റെ മക്കൾ മോർഫിയസ് ഒക്കെ ചെയ്യുന്ന പണികൾ, പലതരം ഡീക്ലട്ടറിങ്ങൾ, ഫയലിംഗ് സിസ്റ്റം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, ഇങ്ങനെ നമ്മുടെ തലയുടെയും തലച്ചോറിന്റെയും മെമ്മറി സെന്റേഴ്സിന്റെയും സെറിബ്രൽ കോർട്ടക്സിന്റെയും പലതരം ട്രബിൾ ഷൂട്ടിങ്ങിലൂടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യുകയും ഡിസിഷൻ മേക്കിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. മെമ്മറി സ്റ്റോറേജിന് അവർ സഹായിക്കുന്നു. പ്രത്യേകിച്ച് റെം സ്റ്റേജ് ഓഫ് നമ്മുടെ സ്ലീപ്പിന്റെ റെം സ്റ്റേജ് എന്ന് നമ്മൾ പറയാം, അവസാനത്തെ സ്റ്റേജ്. മെമ്മറി റീസ്റ്റോറേഷന് സഹായിക്കുന്നു. അലേർട്ട്നെസ്, അതുപോലെ സേഫ്റ്റി. നമ്മൾ നല്ല ഉറക്കം നമുക്ക് കിട്ടിയാൽ പകൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും മെഷീനറീസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പലതരം റിസ്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. ഇനി ഇമോഷണൽ ഘടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെയും റെം സ്ലീപ്പിന്റെ ഉറക്കത്തിന്റെ ചെറിയൊരു 20-25% മാത്രമാണ് റെം സ്ലീപ്പ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട വളരെ ലൈറ്റ് സ്ലീപ്പാണ് റെം സ്ലീപ്പ്. നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ മെമ്മറിയെ, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ, നമ്മുടെ പല രീതിയിലുള്ള നമ്മുടെ എന്താ പറയുക രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിലൊക്കെ, അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിലുള്ള റെം സ്ലീപ്പിന്റെ പ്രാധാന്യം നമ്മൾ റീവിസിറ്റ് ചെയ്യുന്നതാണ്. സ്ലീപ്പ് ഡിപ്രിസിയേഷൻ കാരണം നമുക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാകുന്നു, ലോ മോട്ടിവേഷൻ ഡ്രൈവ് ഉണ്ടാകുന്നു, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ഇതൊക്കെയാണ് ഉറക്കത്തിന്റെ ശരീരം, മനസ്സ്, അതുപോലെ ഇമോഷൻസ്, ഇതിൻ്റെയൊക്കെ ഭാഗത്ത് ശരീരത്തിന് സ്ലീപ്പിന്റെ ഒപ്റ്റിമൈസേഷൻ എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഈ മേഖലയിലുള്ള നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഉറക്കത്തിന്റെ ഘട്ടങ്ങളും ഘടകങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കത്തിന് 5 ഘട്ടങ്ങളാണ്. 4 റെം സ്റ്റേജ്, നോൺ റെം, അതുപോലെ 1 റെം സ്റ്റേജുകൾ, REM സ്റ്റേജ്. 4 REM സ്റ്റേജുകൾ ആദ്യത്തെ ആൽഫ സ്റ്റേജ് ആണ്. അത് ഉറക്കത്തിലേക്കുള്ള ട്രാൻസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹിപ്നോസിന്റെ ഭാര്യ പത്തീസിയ വന്നിട്ട് നമുക്ക് റിലാക്സേഷൻ തരുന്നു, മെഡിറ്റേഷൻ മോഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു, നമ്മുടെ ശ്വാസഗതി മന്ദീഭവിക്കുന്നു, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ പസീത്തിയയുടെ ഒരു റോളാണ്, അല്ലെങ്കിൽ സ്റ്റേജ് 1-ൽ ആൽഫ സ്റ്റേജിൽ നമ്മുടെ ഒരു ട്രാങ്കുലിറ്റി മോഡിലാണ്, ഒരുതരം റിലാക്സേഷനിലാണ്, ഒരു വിശ്രാന്തിയിലേക്ക് നമ്മൾ പോവാണ്, ഉറക്കത്തിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുകയാണ്. ആ ട്രാൻസിഷന്റെ ഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റേജ് വളരെ ഷോർട്ടാണ്. സ്റ്റേജ് 1 ഈസ് വെരി ഷോർട്ട്.
ആ ട്രാൻസിഷൻ കഴിഞ്ഞ് പിന്നീട് നമ്മൾ നമ്പർ 2 തീറ്റ സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഉറക്കത്തിന്റെ ഏറ്റവും വലിയ ബൾക്ക് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിലെ സ്ലീപ്പ് സൈക്കിൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ 4 സ്റ്റേജുകൾ. ഈ ഒരു 90 മിനിറ്റോ 110 മിനിറ്റോ 120 മിനിറ്റോ ആണ് ഒരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാവുക. അവിടെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബൾക്ക് ഓഫ് ദ തിങ് ഇസ്, അതായത് ഏറ്റവും ദുർബലമായ, അത്ര ശക്തമല്ലാത്ത സ്റ്റേജ് 2 എന്ന തീറ്റ സ്റ്റേജ് ആണ്. പക്ഷെ ആ സ്റ്റേജിലും ചില ബേസിക് റെഗുലേറ്ററി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പല രീതിയിലുള്ള ബോഡി ടെമ്പറേച്ചർ കുറയുന്നു, ഹാർട്ടിന്റെ റേറ്റ് കുറയുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഉറക്കത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുകയാണ് അവിടെ. അവിടെ ബോഡിയുടെ റെഗുലേറ്ററി ആക്ടിവിറ്റീസ്, വളരെ പ്രധാനപ്പെട്ട ചില ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആ സ്റ്റേജ് പലപ്പോഴും നമ്മൾക്ക് വളരെ നീണ്ട സ്റ്റേജിലേക്ക് നമ്മൾ പോകാറുണ്ട്. ആ സ്റ്റേജ് നമുക്ക് 50% താഴെയോ അല്ലെങ്കിൽ അറൗണ്ട് 50% ആവുന്നതാണ് ഐഡിയൽ. പലപ്പോഴും നമ്മുടെ മിക്കവാറും ആളുകളുടെ ഉറക്കത്തിന്റെ 70%, 65% ഒക്കെ ഈ പറയുന്ന സ്റ്റേജ് 2ലാണ് പോകാറുള്ളത്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. അവിടെ നമുക്ക് പലതരം നഷ്ടങ്ങൾ ഉണ്ടാവുന്നു. കാരണം നമുക്ക് ഒരു 50%ഓ അല്ലെങ്കിൽ താഴെയോ ഈ സ്റ്റേജ് 2 ഉണ്ടാവുകയും മറ്റ് സ്റ്റേജുകൾ എല്ലാം കൂടി 50% ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ബാലൻസ്ഡ്, റിഫ്രഷ്ഡ്, ഒപ്റ്റിമൈസിങ്, പ്രോ ഹെൽത്ത് സ്റ്റേജ് സ്ലീപ്പ് നമുക്ക് കിട്ടുക. അപ്പം സ്റ്റേജ് 2 കഴിഞ്ഞ് നമ്മൾ സ്റ്റേജ് 3യിലേക്ക് പോകുമ്പോൾ 3 and 4 അതൊരു ഡെൽറ്റ ആൻഡ് കെ വേവ്സ് ആണ് തലച്ചോറിൽ മെയിനായിട്ട് ആ സമയത്ത് ഉണ്ടാവുക. അവിടെ ബോഡിയുടെ ഫിസിക്കൽ ബോഡിയുടെ റെസ്റ്റോറേഷൻ, നമ്മൾ റെഗുലേഷൻ പറഞ്ഞു. ഇനി അതിലും ഡീപ്പായിട്ടുള്ള, കൂടുതൽ ശക്തമായിട്ടുള്ള റിപ്പയറിങ് നടക്കുന്ന സമയമാണ്, റെസ്റ്റോറേഷൻ നടക്കുന്ന സമയമാണ്. നമ്മൾ മരുന്നൊക്കെ കഴിച്ച് നമ്മൾ ബോഡിയെ നമ്മൾ റെസ്റ്റോർ ടു ഹെൽത്ത് ക്യൂർ നമ്മൾ പറയാറുണ്ട്. ആ റെസ്റ്റോറേഷൻ, പലതരം ക്യൂറും റെസ്റ്റോറേഷൻ നടക്കുന്നത് ഈ പറയുന്ന 3rd സ്റ്റേജ്, ഡീപ്പ് സ്റ്റേജ്. ഈ ഡീപ്പ് സ്റ്റേജ് എത്രത്തോളം നമുക്ക് കൂടുതൽ കിട്ടുന്നോ അത്രയും നല്ലതാണ്. ഡീപ്പ് സ്റ്റേജും അടുത്ത സ്റ്റേജ്, ഡീപ്പസ്റ്റ് ആണ് ഈ പറയുന്ന 3 and 4. അവിടെ ഇമ്മ്യൂണിറ്റിയുടെ പലതരത്തിലുള്ള ബൂസ്റ്റിംഗ് നടക്കുന്നു. ബോഡിയുടെ ഫിസിക്കൽ റിക്കവറി, നമ്മുടെ പലതരം ബോഡിയുടെ ഡീടോക്സിഫിക്കേഷൻ ഒരു ഭാഗത്ത്, ടിഷ്യൂ റിപ്പയർ മറ്റൊരു ഭാഗത്ത്, മസിൽ റിക്കവറി, നമ്മൾ വ്യായാമം ചെയ്യുന്നു, പകലോടി നടക്കുന്നു, നമുക്ക് ടിഷ്യൂ റിക്കവറി ആവശ്യമാണ്, റീജനറേഷൻ ആവശ്യമാണ്, സ്റ്റെം സെൽസിന്റെ അല്ലെങ്കിൽ ബോഡിയിലുള്ള പ്രോട്ടീൻസിന്റെ പലതരത്തിലുള്ള റിപ്പയറുകൾ ആവശ്യമാണ്. ഇതൊക്കെ നടക്കുന്നത് സ്റ്റേജ് 3യിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിപ്നോസ് എന്ന് പറയുന്ന വലിയ വൈദ്യൻ വന്നിട്ട് വലിയ പണിയെടുക്കുന്ന സമയമാണ് സ്റ്റേജ് 3. ഗ്രോത്ത് ഹോർമോൺ മറ്റൊരു പ്രധാനപ്പെട്ട ബിൽഡിംഗ് സിസ്റ്റം. ഗ്രോത്ത് ഹോർമോൺ നമ്മൾ കുട്ടികളെ കുറിച്ചാണ് പണ്ടൊക്കെ ചിന്തിച്ചത്. മനുഷ്യൻ മരിക്കുന്നവര് ശരീരത്തിൽ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എല്ലാ ദിവസവും നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയാണ്. അതുപോലെ ആ സമയത്ത് നമ്മൾ ആദ്യത്തെ ഘട്ടം വളരെ ദുർബലമാണ് ഉറക്കം. അതായത് ആൽഫ സ്റ്റേജിൽ വളരെ ദുർബലമാണ്. പെട്ടെന്ന് നമ്മൾക്ക് ഉറക്കത്തിൽ തിരിച്ചു വരാം. പക്ഷെ സ്റ്റേജ് 3 and 4ൽ നമ്മളെ ഉണർത്താൻ വലിയ പാടാണ്. നമ്മൾ ഉണർന്നാൽ തന്നെ നമ്മൾ മൊത്തത്തിൽ ഒരുതരം കിളിപോയ അവസ്ഥയിലായിരിക്കും, നമുക്കൊന്നും മനസ്സിലാവില്ല. അത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയാണ് ആ സ്റ്റേജിൽ നമ്മൾ ആരെങ്കിലും ഉണർത്തുക എന്നുള്ളത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട, ഇത് സ്റ്റേജ് 3 and 4നെ പോലെ ഡീപ്പ് അല്ല. പക്ഷെ ഡീപ്പ് അല്ലെങ്കിലും ഇതിന്റെ ഫങ്ഷണൽ ബെനിഫിറ്റ്സ് നോക്കുമ്പോൾ വളരെ ശക്തമായ ബെനിഫിറ്റ്സ് ഉള്ള ഒരു സമയമാണ്. അതായത് ഹിപ്നോസിന്റെ മക്കൾ ആയ മോർഫിയസ് ഒക്കെ പണിയെടുക്കുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള മെമ്മറി രജിസ്ട്രേഷൻ, അതുപോലെ ഒപ്റ്റിമൈസേഷൻ, അതുപോലെ പല രീതിയിലുള്ള ബോഡിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, പിന്നെ ഡീക്ലട്ടറിങ്, ഇതൊക്കെ നടക്കുന്നത് ഈ സമയത്താണ്. നമ്മുടെ മെമ്മറിയുടെ, നമ്മുടെ ഇമോഷൻസിന്റെ പല രീതിയിലുള്ള അതിൻ്റെ പല രീതിയിലുള്ള അതിൻ്റെ റിപ്പയറുകളും അതിൻ്റെ റീജനറേഷൻസും അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ നടക്കുന്ന ഒരു സമയമാണ് ഈ REM സ്റ്റേജ്, REM സ്റ്റേജ്, മെമ്മറിയുടെ കൺസോളിഡേഷൻ അടക്കമുള്ള. ആ സമയത്ത് ഉണ്ടാകുന്ന വേറൊരു പ്രത്യേകത നമ്മളുടെ ഡ്രീം സ്റ്റേജാണ്. പലതരം സ്വപ്നങ്ങളുടെ സ്റ്റേജാണ്. നമ്മൾ ഒന്നുകൂടി ആ സ്റ്റേജുകൾ ഒന്ന് റീവിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, ഇതൊരു ടിപ്പിക്കൽ മൾട്ടിപ്പിൾ സ്ലീപ്പ് സൈക്കിളുകളാണ്. ഒരു രാത്രിയിൽ ഉറക്കത്തിൽ നമുക്ക് 5 or 6 സൈക്കിളുകൾ ഉണ്ടാവും. 90 മിനിറ്റിന്റെ 5 സ്റ്റേജുകളുടെ 90 മിനിറ്റ് അല്ലെങ്കിൽ 110 മിനിറ്റ് നമ്മൾ കവർ ചെയ്യുന്നത്, 5 സ്റ്റേജുകൾ കവർ ചെയ്യുന്നത്
അത്രയും സമയം കൊണ്ടാണ്, 90 മിനിറ്റിലാണ്. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ സ്റ്റേജുകൾ. പക്ഷെ ആദ്യത്തെ 4 അല്ലെങ്കിൽ 5 സ്റ്റേജും ആദ്യത്തെ സൈക്കിളും അവസാനത്തെ സൈക്കിളും ഒരുപോലെയല്ല. രാവിലെ രാത്രിയത്തെ ആദ്യത്തെ യാമങ്ങൾ നമ്മൾ ഡീപ്പ് സ്റ്റേജിലാണെങ്കിലും പുലർച്ചയോടൊക്കെ നമ്മൾ അത്ര ഡീപ്പ് ഉറക്കത്തിലേക്കല്ല പോവുക. REM ആണ് ആ സമയത്ത് കൂടുതൽ ഉണ്ടാവും. നമ്മുടെ ഡീപ്പ് സ്ലീപ്പുകൾ കുറവായിരിക്കും. പക്ഷെ ആ പുലർച്ചെയുള്ള രാവിലെയുള്ള ഉറക്കവും വളരെ വലിയ ആരോഗ്യദായകമാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ പോലും. അതാണ് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം അതിനെ കുറിച്ചുള്ളൊരു ധാരണ കിട്ടും. ആദ്യത്തെ സൈക്കിളുകൾ നിങ്ങൾക്കറിയാം, ഡീപ്പ് സ്റ്റേജ് 4ലേക്ക് നമ്മൾ പോകുന്നുണ്ട്, രണ്ടാമത്തെ സ്റ്റേജ് 4ലേക്ക് പോകുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ സൈക്കിൾ സ്റ്റേജ് 4ലേക്ക് പോകുന്നില്ല. ആദ്യത്തെ REM സ്റ്റേജ് വളരെ ഷോർട്ടാണ്. ടുവാർഡ്സ് മോർണിംഗ് REM സ്റ്റേജ് വികാസം കൂടി വരികയാണ്, വലിപ്പം കൂടി വരികയാണ്. ഇങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ ഐഡിയൽ സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാവുക. ഒരു സ്ലീപ്പ് സൈക്കിൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അവേക്ക് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്, നമ്മളുടെ ബോധം. പിന്നീട് REM സ്റ്റേജാണ്, ഏറ്റവും ദുർബലമായ സ്ലീപ്പാണ്. പിന്നീട് ആൽഫ സ്റ്റേറ്റ് ആണ് സ്റ്റേജ് 1 നമ്മൾ പറയുന്നത്. പിന്നീട് സ്റ്റേജ് 2, പിന്നെ സ്റ്റേജ് 3 and 4. ഇങ്ങനെയാണ് സ്ലീപ്പ് സൈക്കിളിന്റെ ഒരു ഘട്ടം. അങ്ങനെ രാവിലെ ഒരു 7-8 മണിക്കൂർ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ സ്ലീപ്പ് സൈക്കിളിലൂടെ നമ്മൾ പോകുന്നു. മൾട്ടിപ്പിൾ റീജനറേഷനും റിക്കവറിയും നടക്കുന്നു. നമ്മൾ ഇത് പറഞ്ഞത് തന്നെയാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾ ഏകദേശം ഒരു ചിത്രം കിട്ടും. ഈ സ്ലീപ്പ് സൈക്കിളിന്റെ 56% ലൈറ്റ് സ്ലീപ്പ് അല്ലെങ്കിൽ സ്ലീപ്പ് 2 എന്ന് പറയുന്ന സ്റ്റേജാണത്. പിന്നെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് അവേക്ക് സ്റ്റേജ് നമ്മൾ പറയുന്ന ആൽഫ സ്റ്റേജ് ആണ്, അത് 4% ആണ്. പിന്നീട് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്ലീപ്പാണ്, REM. ഇത് രണ്ടുമാണ് ഈ 18. ഡീപ്പ് സ്ലീപ്പും REM ആണ് ഏറ്റവും നല്ല റിഫ്രഷിംഗ് സ്ലീപ്പുകൾ. ഇത് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ എന്തൊക്കെ പണിയെടുക്കാൻ പറ്റും, ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ ഹോമിയോപ്പതിക് റെപ്പർട്ടറിയിൽ ഏതൊക്കെ മരുന്നുകൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ട്രാക്കറിൽ നമ്മുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ആവും. നമ്മുടെ പ്രാക്ടീസും നമ്മുടെ സ്ലീപ്പ് ട്രാക്കറുകളും നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകാം. നമ്മൾ ഇത്തരം ടൂളുകളിലൂടെ നമ്മുടെ പ്രാക്ടീസിന്റെ എഫിക്കസിയെ നമ്മൾ പരിശോധന ചെയ്യണം. നമ്മൾ എന്താ പറയാ, ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം വളരുന്നത്. സിസ്റ്റം വളരണമെങ്കിൽ പണ്ട് പാറ്റേഴ്സനൊക്കെ ചെയ്ത പോലുള്ള വെല്ലുവിളികൾ, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാകും. അതിലൊരു സാധനമാണ് നമ്മുടെ മരുന്നുകൾ എങ്ങനെ സ്ലീപ്പിന്റെ റിക്കവറിയെ അല്ലെങ്കിൽ സ്ലീപ്പിന്റെ സ്റ്റേജുകളെ സ്വാധീനിക്കും. ഏത് മരുന്നുകൾ എങ്ങനെ ആ രോഗിയുടെ രോഗാവസ്ഥയിൽ നിന്ന് മാറുന്നതോടൊപ്പം സ്ലീപ്പിന്റെ ഇംപ്രൂവ്മെന്റിലേക്ക് അവനെ കൊണ്ടുപോകും. സ്ലീപ്പ് ഇന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാനും പഠിക്കാനും ഒരുപാട് സോഫ്റ്റ്വെയറുകളും ഒരുപാട് മോണിറ്റേഴ്സും ഒരുപാട് വാച്ചുകളും ഉണ്ട്. ഒരു പരിധിവരെ അതിൽ നിന്ന് നമുക്ക് ചിത്രങ്ങൾ കിട്ടും. ഇങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് സ്ലീപ്പിനെ ഒപ്റ്റിമൈസ് ചെയ്യാം. ഇവിടെ ഈ സ്റ്റേജുകൾ നമ്മൾ പറഞ്ഞല്ലോ, അതിൽ സ്റ്റേജ് 3 and 4 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിക്കവറി ആൻഡ് ബോഡിലി റിക്കവറി അല്ലെങ്കിൽ ഫിസിക്കൽ റിക്കവറി, പലതരം ബോഡിയുടെ മരാമത്ത് പണികൾ, പലതരത്തിലുള്ള ഫിസിക്കൽ റിപ്പയറുകളും റീഫർബിഷ്മെന്റ് നടക്കുന്ന സമയമാണ്. അതേപോലെ സ്റ്റേജ് 1 and 2 വളരെ ദുർബലാണ്, സോഫ്റ്റ് ആണ്. സ്റ്റിൽ ദാറ്റ് ഈസ് ഓൾസോ ഹൈലി റിവാർഡിങ്. അത് നഷ്ടക്കച്ചവടമൊന്നുമല്ല, ഉറങ്ങുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്, ദുർബലമാണെങ്കിൽ പോലും. പക്ഷെ അതിന്റെ തോത് പെർസെൻറ്റേജ് ഷുഡ് ബി ഓൾവേസ് അറൌണ്ട് 50 ഓർ ഈവൻ ലെസർ ദാൻ ദാറ്റ്. 50-55 വരെയൊക്കെ പോകാം, അതിലും കൂടുന്നത് നല്ലതല്ല. REM സ്ലീപ്പിന്റെ വലിപ്പം കൂടുക, അത് സ്ലീപ്പിന്റെ അവസാന ഘട്ടത്തിലാണ്. 6-7 മണിക്കൂറിൽ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന്റെ ദൈർഘ്യം കൂടുമ്പോൾ REMന്റെ തോത് കൂടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 4 മണിക്കൂർ ഉറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന REM സ്ലീപ്പും 6 മണിക്കൂർ ഉറങ്ങുമ്പോൾ കിട്ടുന്ന REM സ്ലീപ്പിന്റെയും തോതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ സ്ലീപ്പിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ച് QQRT നമ്മൾ പറയുമ്പോൾ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പൊ സ്റ്റേജസ് ഓഫ് സ്ലീപ്പിൽ REM നമ്മൾക്ക് മിസ്സാകുമ്പോൾ ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ഡാമേജസ് ആണ്. ഇമോഷണൽ ബാലൻസിന്റെ അല്ലെങ്കിൽ മെമ്മറി രജിസ്ട്രേഷന്റെ രീതിയിലുള്ള വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. 2 രീതിയിലുള്ള ഡ്രീമുകളാണ്. നമ്മൾ ഡ്രീംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. REM ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഡ്രീമുകൾ 2 തരം ഡ്രീമാണ്. അതിലൊന്ന് സ്ട്രെസ് ഡ്രീംസ് നമ്മൾ പറയും. ഇത് വിശദമായിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്, ഞാൻ ജസ്റ്റ് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. REMലെ സ്ട്രെസ് ഡ്രീംസിന്റെ തീം പലപ്പോഴും നമ്മൾ സാധാരണ കാണുന്ന പലതരം ദുസ്വപ്നങ്ങൾ എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ഉറക്കത്തെ ബാധിക്കാത്ത, നമ്മൾ വീണ്ടും തിരിഞ്ഞുറങ്ങുന്ന ദുർബലമായ ഡ്രീമുകളാണ്. പലപ്പോഴും നമ്മുടെ ഉറക്കത്തിന് ചെറിയ രീതിയിലൊക്കെ ബാധിച്ചേക്കും. പക്ഷെ നമ്മുടെ ഉറക്കത്തിനെ അത് എന്താ പറയുക, തകർക്കുന്നില്ല. ഉറക്കത്തിന്റെ നമ്മളെ പൂർണ്ണമായും നമ്മളെ ഉറക്കത്തെ അത് നശിപ്പിക്കുന്നില്ല.
അപ്പം അതിനുള്ള പലപ്പോഴും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ പലതരം ചലഞ്ചുകളൊക്കെയാണ് അതിൽ വരിക. അതേസമയത്ത് വേറൊരു തരം എന്താ പറയാ ഡ്രീംസ് ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയാ പേടി സ്വപ്നങ്ങൾ, നൈറ്റ് ടെറർ, നൈറ്റ് മെയർസ് എന്നൊക്കെ പറയും. ഇത് REM അല്ല സംഭവിക്കുക. യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് ഡീപ് സ്റ്റേജിന്റെ സ്റ്റേജ് 4ന്റെ അവസാനത്തെ ഘട്ടത്തിലാണ്. REMലേക്കുള്ള ട്രാൻസിഷൻ മൊമെന്റിലാണ് ഇത് നടക്കാറുള്ളത്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ വൈദ്യ കുടുംബത്തിന്റെ കൂടെ വന്ന ഒരു വില്ലൻ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ 4 പേരെ കുറിച്ച് പറഞ്ഞു. ഇവർ 4 പേരും നമ്മളെ സഹായിക്കുന്നവരാണ്. പക്ഷെ അതിൽ മക്കളിൽ 3 പേരിൽ ഒരാൾ ഫോബറ്റോർ, അവന്റെ പണി ഈ എല്ലാ ആളുകളും കൂടി നമ്മൾക്ക് പല രീതിയിലുള്ള നമ്മുടെ റിപ്പയർ പല രീതിയിൽ നമ്മൾ സഹായിക്കുമ്പോൾ ഇവനൊരു വികൃതി ചെക്കനാണ് ഫോബറ്റോർ. ഫോബിയ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത് ഫോബറ്റോർ എന്നാണ്. ഫോബറ്റോറിന്റെ പണി നമുക്ക് ദുസ്വപ്നങ്ങൾ, നമ്മുടെ പലതരം ഫയലുകൾ അവിടുന്ന് ഇവിടുന്ന് വലിച്ചിട്ട് പലതരം ഭീകരമായ കഥകളും മിനഞ്ഞിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് ദുസ്വപ്നങ്ങൾ നമ്മൾക്ക് ഉറക്കത്തിൽ തരുന്ന പണിയാണ് ഈ വികൃതി കുട്ടിച്ചാത്തന്റെ പണി. അങ്ങനെയാണ് നമുക്ക് ദുസ്വപ്നങ്ങൾ ഉണ്ടാവും. സ്വാഭാവികം നമുക്ക് നൈറ്റ് ടെറർ ഉണ്ടാവും. നമ്മുടെ ഉറക്കത്തിന്റെ ഫാബ്രിക്കിനെ തകർക്കുന്നു, നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നു. നമ്മൾ ഉറക്കം നഷ്ടപ്പെടുന്നു, മണിക്കൂറുകളോളം ഉറങ്ങാൻ പറ്റാതെ ഉറക്കത്തിൽ ചാടി ഞെട്ടി എഴുന്നേൽക്കുന്നു. നമ്മുടെ വല്ലാത്തൊരു വിഹ്വലതയും പേടിയിലാണ് പിന്നെ നമ്മൾ കുറച്ച് മണിക്കൂറുകൾ ഉണ്ടാവുക. ഇത് പലപ്പോഴും നമ്മുടെ ആ സ്വപ്നങ്ങൾ ഉണ്ടാവുന്ന നമ്മുടെ ലൈഫിനെ തൊട്ട് ചെയ്യുന്ന ജീവനെ അപകടപ്പെടുത്തുന്ന വലിയ അപകടങ്ങള്, സ്ഫോടനങ്ങള്, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നൈറ്റ് ടെററിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവുക. നമ്മൾ അത്തരം എന്താണ് സ്വപ്നങ്ങൾ ഉണ്ടാവുന്ന അപ്പൊ സ്ലീപ്പിന്റെ മൊത്തം ഒപ്റ്റിമൈസേഷൻ നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ്. ഇത് കോമൺ തീം ഓഫ് നൈറ്റ് ടെറേഴ്സ് ആണ്. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് വേണം QQRT. ഉറക്കത്തിന്റെ 4 തൂണുകളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഉറക്കത്തിന്റെ സ്ലീപ്പ് സൈക്കിൾ പറഞ്ഞു, ഉറക്കത്തിന്റെ സ്റ്റേജുകൾ പറഞ്ഞു. നമ്മൾ ഉറക്കത്തിന്റെ പില്ലറുകളെ കുറിച്ച് പറയുമ്പോൾ 4 കാലുകൾ. ഒന്ന് ക്വാളിറ്റിയാണ് ഉറക്കത്തിന്റെ, പിന്നെ ഒന്ന് ഉറക്കത്തിന്റെ ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി 5 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളതിനേക്കാളും എത്ര വിശ്രാന്തമായ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് ക്വാണ്ടിറ്റിയും അത്ര തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മൾ സ്ലീപ്പിന്റെ ക്വാളിറ്റിയും. മറ്റൊന്ന് ഉറക്കത്തിന്റെ റെഗുലാരിറ്റിയാണ്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയി കൃത്യമായ ഇടവേളകൾ, കൃത്യമായ സമയത്ത് ഉറങ്ങുക, കൃത്യമായ സമയത്ത് എഴുന്നേൽക്കുക, ആ രീതിയിൽ നമ്മുടെ ബോഡിയുടെ ബയോളജിക്കൽ ക്ലോക്കിനെ ശക്തിപ്പെടുത്തുക. നമ്മൾ കൃത്യമായ ഒരു പാറ്റേണിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബോഡിക്ക് കഥ മനസ്സിലാവും, ബോഡിക്ക് അങ്കലാപ്പുകൾ കുറയും, നമ്മുടെ ക്ലോക്ക് വളരെ കൃത്യമായി പണിയെടുക്കും, അതിന് കൃത്യമായ അതിൻ്റെ ഒരു ഇന്റലിജൻസ് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ റെഗുലാരിറ്റി വളരെ കൃത്യമാണ്. അടുത്തൊന്ന് ശരീരത്തിന്റെ കോർ ടെമ്പറേച്ചറാണ്. ഈ കോർ ടെമ്പറേച്ചറിന്റെ വ്യതിയാനത്തിലാണ് ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോഡിയുടെ ടെമ്പറേച്ചർ റെഗുലേഷൻസും ഉറക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് എങ്ങനെ രാത്രി ഉറങ്ങുമ്പോൾ എന്ത് വെള്ളത്തിൽ ഉറങ്ങണം, എന്ത് വെള്ളത്തിൽ കുളിക്കണം, ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് വെള്ളം കുടിക്കണം, റൂമിന്റെ ടെമ്പറേച്ചർ എത്ര ആയിരിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ QQRTയുടെ ഈ പില്ലറുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ്. എല്ലാ ഉറക്കവും നമ്മൾ ക്ലോക്കിനെ കുറിച്ച് പറയും, ഉറക്കമല്ല. നമ്മൾ കുറേ മണിക്കൂർ കിടന്ന് ഉറങ്ങിക്കൊണ്ടൊന്നും ഉറങ്ങാവുന്നില്ല. പലപ്പോഴും ഫ്രാഗ്മെന്റഡ് സ്ലീപ്പുകളായിരിക്കും, നമ്മൾ മുറിഞ്ഞ് ഉറങ്ങുകയാണ്. പലപ്പോഴും നമ്മൾ മുറിച്ചുറങ്ങുമ്പോൾ റെമ്മിലേക്ക് നമ്മൾ ഒറ്റയടിക്ക് 6 മണിക്കൂർ ഉറങ്ങിയാൽ അല്ലെങ്കിൽ 6.5 മണിക്കൂർ ഉറങ്ങിയാൽ കിട്ടുന്ന REM സ്ലീപ്പ് നമുക്ക് 2 ഘട്ടമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഉറങ്ങിയാൽ കിട്ടില്ല. അപ്പോൾ സ്ലീപ്പിന്റെ ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഓൺലി ക്വാണ്ടിറ്റി. നമ്മൾ 8 മണിക്കൂർ ഉറങ്ങിയാലും 3 കഷ്ണമാക്കിയിട്ട് നമ്മൾ 10 മണിക്കൂർ ഉറങ്ങിയാലും ആ ക്വാളിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ആ കഷ്ണമല്ലാതെ ഒന്നിച്ചുറങ്ങുമ്പോഴാണ്. സോ ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ സ്ലീപ്പിന്റെ ക്വാളിറ്റിയെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന അടുത്ത ദിവസത്തെ സ്ലീപ്പിന്റെ ക്വാളിറ്റി, അടുത്ത ദിവസം നമ്മുടെ ഊർജത്തെ, നമ്മുടെ പകല് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ, നമ്മുടെ പെർഫോമൻസിനെ, നമ്മുടെ എഫിഷ്യൻസിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ ആ സ്ലീപ്പിന്റെ ക്വാളിറ്റി കൂടണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്ലീപ്പ് ഹൈജീൻ, സ്ലീപ്പിന് മുമ്പുള്ള ഒരുപാട് കാര്യങ്ങൾ, രാവിലത്തെ സൂര്യപ്രകാശം മുതൽ, രാവിലത്തെ കോർട്ടിസോൾ മുതൽ, രാവിലെയുള്ള കോർട്ടിസോൾ പീക്ക് ബോഡിയിൽ ഉണ്ടാവുക, രാവിലെ സൂര്യപ്രകാശം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ കണ്ണിലേക്ക് എത്തുക,
ഇതൊക്കെ രാത്രിയത്തെ മണിക്കൂറുകൾക്ക് ശേഷമുള്ള രാത്രിയത്തെ ഉറക്കിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. വൈകിട്ടത്തെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള കോഫീനിന്റെ ഉപയോഗം, വൈകിട്ടുള്ള രാത്രിയിലുള്ള വെളിച്ചത്തിന്റെ ധാരാളിത്തം, ഇതൊക്കെ സ്ലീപ്പിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. അടുത്തത് ക്വാണ്ടിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങുക എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ ഒരു തുടർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ ഈ തുടർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ എന്താ പറയുക, സ്ലീപ്പിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ 4-5 മണിക്കൂർ ഉറങ്ങുമ്പോഴുണ്ടാവുന്ന ബെനിഫിറ്റും ഒരു 6 മണിക്കൂർ ഉറങ്ങുമ്പോഴുണ്ടാവുന്ന ബെനിഫിറ്റും വ്യത്യാസമുണ്ട്. സോ ഡെഫിനറ്റ്ലി ഒരു മനുഷ്യന് അപൂർവം ചില വ്യക്തികൾക്ക് 4-5 മണിക്കൂർ കൊണ്ട് ഫുൾ റിഫ്രഷിങ് സ്ലീപ്പ് കിട്ടിയേക്കാം. അവർക്ക് അത് ക്രോണോടൈപ്പ് എന്ന് പറയുന്ന വേറൊരു വിഷയമുണ്ട്. ക്രോണോടൈപ്പ് അനുസരിച്ച് കുറച്ച് സ്ലീപ്പ് മതിയായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ ആളുകളും 8 മണിക്കൂറോ 9 മണിക്കൂറോ അല്ലെങ്കിൽ 7 മണിക്കൂറോ ഉറങ്ങണമെന്നില്ല. കുറച്ച് ആളുകൾക്കൊക്കെ 6 മണിക്കൂറോ 5 മണിക്കൂറോ മതിയാവും. പക്ഷെ ജനറലി ഉറക്കത്തിന്റെ ക്വാണ്ടിറ്റിയെ നിയന്ത്രിക്കുന്നത് പിന്നെ ഈ സ്ലീപ്പിന്റെ ദൈർഘ്യത്തെ നിയന്ത്രിക്കുന്നത് ഈ ഹോർമോണുകൾ തന്നെയാണ്. അവന്റെ ക്രോണോടൈപ്പും കൂടിയാണ്. അതിനെക്കുറിച്ച് നമ്മൾക്ക് മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് ചർച്ചയാവുന്നതാണ്. ക്വാണ്ടിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 2 into 4 is not 8 in terms of sleep. ഉറക്കത്തിന്റെ കാര്യത്തിൽ 4 മണിക്കൂർ ഉറങ്ങിയാൽ 8 മണിക്കൂർ നമുക്ക് കിട്ടില്ല. നമുക്ക് 6 മണിക്കൂർ ഒന്നിച്ച് ഉറങ്ങുന്നതാണ് ഈ 2-4 മണിക്കൂർ ഉറങ്ങുന്നതിനേക്കാൾ ലാഭം. സോ ക്വാണ്ടിറ്റി ഈസ് നോട്ട് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് അവേഴ്സ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി അവേഴ്സ് ആസ് വെൽ. ഇനി റെഗുലാരിറ്റിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, റെഗുലാരിറ്റി നമ്മൾ പറയുന്നത് നമ്മൾ കൃത്യമായൊരു സമയം, ഒരു ബെഡ് ടൈം നമ്മുടെ ശരീരത്തിന് അറിയാം, ഉറങ്ങാനുള്ള സമയമായിരിക്കുന്നു. റെറ്റിന നമ്മുടെ തലച്ചോറിനോട് പറഞ്ഞു. തലച്ചോറ് ശരീരത്തിൽ ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് കുതിരക്കാരെയും മെസ്സഞ്ചേഴ്സിനെ അയച്ചു. നമ്മുടെ ശരീരം പല രീതിയിലുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നമ്മുടെ മങ്കി മൈൻഡ് നമ്മളെ കൊണ്ടുപോകുന്നത് പലതരം എന്താ പറയുക വിചിത്രമായ കാര്യങ്ങളിലേക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ റെഗുലാരിറ്റി, ഈ രീതിയിൽ റെഗുലാരിറ്റി ഇല്ലാതിരിക്കുമ്പോൾ ഈ പറയുന്ന മോർഫിയസ് വന്നിട്ടോ അല്ലെങ്കിൽ ഹിപ്നോസ് വന്നിട്ട് ഏറ്റവും വലിയ വൈദ്യർ വന്നിട്ട് എന്ത് പണിയെടുത്തുകൊണ്ട് കാര്യമില്ല. അവർ നിസ്സഹായരാകും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇറഗുലർ സ്ലീപ്പ് ഹോർമോണൽ ബാലൻസിനെ തകർക്കും. കാരണം ഹോർമോണിന്റെ ഒരു സൈക്കിൾസിലൂടെയാണ് നമ്മുടെ 24 മണിക്കൂറിന്റെ സിർക്കേഡിയൻ റിതം കറങ്ങുന്നത്. ഈ ഹോർമോണിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇതിനെ കൃത്യമായ രീതിയിലുള്ള മെസ്സേജുകൾ കൃത്യമായ സമയത്ത് പോകുമ്പോഴാണ് ഈ പറയുന്ന ചക്രം തിരിയുന്നത്. അതിനെ തകർക്കുന്നതിന് നമ്മളുടെ ഇറഗുലാരിറ്റി പല രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ റെഗുലാരിറ്റി ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദാറ്റ്. ഇപ്പം മെലറ്റോണിൻ പോലുള്ള, സെറോട്ടോണിൻ പോലുള്ള, അതുപോലെ നമ്മുടെ അഡിനോസിൻ പോലുള്ള പല സംഭവങ്ങളും ഈ റെഗുലാരിറ്റിയുടെ, കോർട്ടിസോൾ പോലുള്ള സംഭവങ്ങൾ ശരീരത്തിന്റെ മസിൽ മെമ്മറിയിലേക്ക്, ശരീരത്തിന്റെ ബ്രെയിനിലേക്ക്, നമ്മുടെ പലതരം ഹോർമോണൽ ആക്സിസിലേക്ക് ഈ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ റെഗുലാരിറ്റിയുമാണ്. സോ ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചർ ആണ്. QQRTയിൽ അവസാനത്തെ സ്ഥാനം. ഉറങ്ങണമെങ്കിൽ നമ്മൾ ബോഡി ടെമ്പറേച്ചർ, കോർ ടെമ്പറേച്ചർ കുറയണം. സ്വാഭാവികമായിട്ടും കൂൾ റൂം ആയിരിക്കണം. നമ്മളൊരു ചൂടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് പലരും ഉറങ്ങും. ചൂട് കാലത്ത് നമ്മൾ ഉറങ്ങുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി പലപ്പോഴും കുറവായിരിക്കും. നമ്മൾ എന്തെങ്കിലും രീതിയിൽ ബോഡിയുടെ ടെമ്പറേച്ചർ കുറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഏതൊക്കെ മരുന്ന് കഴിച്ചാലാണ് നമുക്ക് ഇതുപോലുള്ള കോർ ടെമ്പറേച്ചർ നമുക്ക് കുറക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠനങ്ങൾ നടത്തണം. അതുപോലെ ഈവനിങ്ങിലൊരു വാം ബാത്ത്, ടെമ്പറേച്ചർ കുറക്കണം എന്ന് പറയുമ്പോൾ വാം ബാത്ത് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവാം. വാം ബാത്ത് നമ്മുടെ പെരിഫറൽ സർക്കുലേഷൻ കൂട്ടുന്നു, പെരിഫറൽ ടെമ്പറേച്ചർ കൂട്ടുന്നു, ബോഡിയുടെ കോർ ഹീറ്റിന് ചൂട് സർക്കുലേഷൻ പെരിഫറൽ ഏരിയയിലേക്ക് വരുന്നു. അങ്ങനെ ശരീരത്തിനകത്ത് ടെമ്പറേച്ചറിൻ്റെ തോത് കുറയുന്നു, ബോഡിയുടെ കോർ ടെമ്പറേച്ചർ ലോവർ ആകുന്നു, അത് സ്ലീപ്പിനെ എൻഹാൻസ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ സമ്മറി ആയിട്ട് ഈ 4 പില്ലറുകളെ കുറിച്ച് പറയുമ്പോൾ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് റെഗുലാരിറ്റി ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ ഇത്രയും നോക്കിയതിൽ നിന്ന് ചില ടിപ്പുകൾ നമ്മൾക്ക് നോക്കാം. അതായത് ഉറക്കം ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ, ഉറക്കം നമുക്ക് നല്ല രീതിയിലുള്ള വിശ്രാന്താവസ്ഥയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉറക്കം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞ റെഗുലാരിറ്റി തന്നെയാണ്. സെയിം ടൈമിൽ എല്ലാ ദിവസവും ഒരു കൃത്യസമയം, നമ്മളൊരു അലാറം വെക്കേണ്ടത് രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയല്ല, രാത്രി ഉറങ്ങാൻ വേണ്ടി, നമ്മുടെ വൈൻഡ് ഡൗൺ ചെയ്യാൻ വേണ്ടി. വൈൻഡ് ഡൗൺ റിച്വൽ ഉണ്ട്.
ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ 90 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആ 90 മിനിറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് വൈൻഡിങ് ഡൗൺ. അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ കൃത്യമായ ഒരു ജേർണൽ ആവാം, കൃത്യമായ ഒരു ടൈം അലാറം വെക്കാം. 9 മണിക്ക്, 9:30ക്ക്, 10 മണിക്കൊക്കെ നമ്മൾ അലാറം വെച്ചിട്ട് പലതരം കാര്യങ്ങളും പലതരം വൈൻഡിങ് ഡൗൺ നമുക്ക് ചെയ്യാം. പിന്നെ പകലുള്ള എക്സസൈസ്, എപ്പോഴാണ് കൃത്യമായി എക്സസൈസ് ചെയ്യേണ്ടത്, എക്സസൈസിന്റെ പ്രാധാന്യം ഇൻ ഒപ്റ്റിമൈസിങ് സ്ലീപ്പ്, ഉറക്കത്തിന്റെ ക്വാളിറ്റി കൂട്ടുന്നതിൽ, ഉറക്കത്തിന്റെ എന്താ പറയാ ബെനിഫിറ്റ്സ് കൂടുന്ന ഉറക്കത്തിന്റെ എന്താണ് സ്ലീപ്പ് എക്സസൈസിന് വളരെ വലിയ പ്രാധാന്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡിനോസിന്റെ ഒരു അക്യുമുലേഷൻ തകർക്കുന്ന ഒന്നാണ് നമ്മുടെ ഈവനിങ് സ്നാപ്പുകൾ. വൈകിട്ട് നമ്മൾ ചെറിയ ഉറക്കങ്ങളൊക്കെ നടത്തുമ്പോൾ പലപ്പോഴും 2 മണിക്കൂറും 3 മണിക്കൂറും ശേഷമുള്ള വലിയ പ്രത്യേകിച്ച് നാപ്പുകൾ പോലും നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയെ ബാധിച്ചേക്കാം. അതുപോലെ ഈവനിങ് ആഫ്റ്റർ 1 o'clock പലപ്പോഴും, അല്ലെങ്കിൽ 2 മണിക്ക് ശേഷം കോഫി കഴിക്കുന്നത്. കാരണം കോഫിയുടെ ഹാഫ് ലൈഫ് വളരെ ക്രിട്ടിക്കലാണ്. കോഫിയുടെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് 6 to 7 hours ആണ്. അപ്പോൾ രാവിലെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു കോഫി കഴിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ രാത്രി 10 മണിക്ക് അര ഗ്ലാസ് കോഫി അടിക്കുന്നതിന് തുല്യമാണ്. കോഫി അര ഗ്ലാസ് കുടിച്ച് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ കോഫിയുടെ ആൽക്കഹോളിന്റെ ഇൻടേക്ക്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൽക്കഹോളിനെ കുറിച്ച് നമുക്കറിയാം, അത് സ്ലീപ്പ് ഇൻഡ്യൂസറാണ്. നമ്മുടെ ക്ലാസിക്കലി നമ്മുടെ തലയിലുള്ള ഒരു ചിത്രം ഒന്ന് വീശിയാൽ നല്ല ഉറക്കം കിട്ടുന്നുള്ളതാണ്. വലിയ വലിയ അബദ്ധമാണ്. ഉറക്കത്തിന്റെ ഘടനയെ, അതിന്റെ സൈക്കിളുകളെ, അതിന്റെ സ്റ്റേജുകളെ, റെം സ്റ്റേജ് പോലുള്ള കാര്യങ്ങളെ പറ്റേ തകർക്കുന്ന കാര്യമാണ് ആൽക്കഹോൾ ഇൻടേക്ക്. ആൽക്കഹോൾ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യും. ആൽഫ സ്റ്റേജിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ബീറ്റ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ തേറ്റ സ്റ്റേജിലേക്കോ നിങ്ങൾ കൊണ്ടുപോകാം. പക്ഷെ അതിനപ്പുറത്തുള്ള ഡീപ്പർ സ്ലീപ്പിലേക്ക് പോകുന്നതിൽ ഉറക്കത്തിന്റെ ഫാബ്രിക്കിന്റെ വളരെ കൃത്യമായ ഒരു ഘടനയെ തകർക്കുന്നതാണ് ആൽക്കഹോൾ. അതുകൊണ്ട് ആൽക്കഹോൾ ഈസ് നോട്ട് എ റെമഡി ഫോർ സ്ലീപ്പ്. അതുപോലെ റിലാക്സിങ് ആക്ടിവിറ്റീസ് ഈവനിങ് ചെയ്യാന്നുള്ളതാണ് അടുത്ത ടിപ്പ്. പിന്നൊന്ന്, നമ്മുടെ ഇരുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു റെറ്റിനയിലേക്കുള്ള വെളിച്ചത്തിന്റെ തോത് നമ്മുടെ മൊത്തം മെലറ്റോണിൻ, നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് പോലും ഉറക്കത്തിന്, ഇന്ന് രാത്രിയത്തെ നമ്മൾ ഉറക്കത്തിന് തകർക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മെലറ്റോണിൻ സപ്ലിമെന്റ്സ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മരുന്ന് നമ്മൾ എങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു കാലിബ്രോം എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാലിഫോസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. സോ രാത്രി നമ്മൾ സൂര്യൻ അസ്തമിച്ചാൽ പ്രകൃതി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇരുട്ടാണ് നമ്മുടെ ശരീരത്തിലെ നമ്മൾ ഈ പറയുന്ന മെലറ്റോണിൻ പോലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. കോർട്ടിസോൾ കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരുന്നു. സോ ഉറക്കത്തിനെ കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഉറക്കത്തിനെ സഹായിക്കുന്ന ഇരുട്ട്, ഈവൻ നമ്മുടെ ചെറിയ വെളിച്ചങ്ങൾ പോലും, ഒരു ഒപ്റ്റിക് ഫൈബർ അറിയില്ലേ, നമ്മുടെ ഇന്റർനെറ്റൊക്കെ വരുന്ന ഫൈബർ, ഒപ്റ്റിക് ഫൈബർ കാലിന്റെ അടിയിൽ വെച്ചിട്ട് ഉള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തിയിരുന്നു സയന്റിസ്റ്റുകൾ. അതുപോലും ബ്രെയിൻ വേവിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ അത്രത്തോളം സെൻസിറ്റീവാണ് വെളിച്ചത്തോട് നമ്മുടെ ശരീരം രാത്രി കാലങ്ങളിൽ. സോ ദാറ്റ് ഈസ് ഓൾസോ, പ്രത്യേകിച്ച് ബ്ലൂ ഫിൽറ്റേഴ്സ് ഉണ്ട്, ബ്ലൂ സ്ക്രീൻ ഫിൽറ്റേഴ്സ്, അതുപോലുള്ള കണ്ണടകൾ, അതൊക്കെ ലഭ്യമാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ഉറക്കത്തിന്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഇനി അടുത്ത ഒരു ടോപ്പിക് നമുക്ക് ചെയ്യാവുന്നത്, ഒരു പാർട്ട് 2 നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറക്കത്തെക്കുറിച്ച് പല വിത്തുകളുണ്ട്. അതുപോലെ സ്ലീപ്പ് ചാമ്പ്യൻ മൈൻഡ് സെറ്റ് എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. സ്ലീപ്പ് ഹൈജീൻ്റെ അഡ്വാൻസ്ഡ്, നമുക്ക് കൃത്യമായ പ്രോട്ടോകോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു പവർ ഡൗൺ 60 മിനിറ്റ് എങ്ങനെ നമുക്ക് ഫലപ്രദമായി കൊണ്ടുപോകാം, നല്ല ഉറക്കത്തിലേക്ക് നമ്മളെ ആനയിക്കുന്ന ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലുള്ള പാസിറ്റിയയുടെ നമ്മുടെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന അത്ഭുതകരമായ ഒരു റിച്വൽ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതുപോലെ സ്ലീപ്പ് ഡിസോർഡേഴ്സിനെ കുറിച്ചും, ഡിസോർഡേഡ് സ്ലീപ്പ്, ഇതിന്റെ വ്യത്യാസം, സ്ലീപ്പ് ഡിസോർഡറും ഡിസോർഡേഡ് സ്ലീപ്പും രണ്ടാണ്. സ്ലീപ്പ് ഡിസോർഡർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സൈക്കോളജിയിലും അതുപോലെ ഫിസിയോളജിയിലൊക്കെ പഠിച്ചിരിക്കുന്ന കാര്യമാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സിനെ കുറിച്ച്. സമയത്ത് ഡിസോർഡേഡ് സ്ലീപ്പിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 60 മിനിറ്റിന്റെ വൈൻഡിങ് ഡൗൺ, ഈവൻ 90 മിനിറ്റിന്റെ വൈൻഡിങ് ഡൗൺ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇഫ് യു ഹാവ് അനദർ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഇൻ ദിസ് പ്ലാറ്റ്ഫോം, താങ്ക് യു സോ മച്ച്. വി ക്യാൻ ഹാവ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻസ്. താങ്ക് യു. നന്ദി ഡോക്ടറെ. ഇനി നമുക്ക് 10 മിനിറ്റുകളുണ്ട്. ഡോക്ടർ കൃത്യസമയത്ത് ക്ലാസ് തീർത്തു. ഇനി നമുക്ക് 10 മിനിറ്റും കൂടെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുവാനോ ഇതിനോട് അഭിപ്രായം പറയുവാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യേണ്ടതാണ്.
സ്ക്രീൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ, സമയം കളയരുതേ. വളരെ നല്ലൊരു ക്ലാസ്സാണ് സാറ് തന്നത്. ശരിക്കും വളരെ നല്ല ഒരു രീതിയിലാണ് ഡോക്ടർ അത് അവതരിപ്പിച്ചതും. ഈ വൈദ്യന്മാരുടെ കാര്യവും വൈഫും മക്കളും കൂടെ വന്ന് നമുക്ക് തരുന്നത് നല്ലൊരു അറിവാണ് ഡോക്ടർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇത്രയും നാളും ഇത്രയും വിദഗ്ധമായിട്ടൊരു ഉറക്കത്തെക്കുറിച്ചൊരു ക്ലാസ് നമുക്ക് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ഇതിപ്പോ ഇത് സ്ലീപ്പിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഈ രാത്രിയിലും എഴുന്നേറ്റ് പിന്നെ കിടക്കുക എന്നൊരു പ്രശ്നം വന്നാൽ ഈ പറയുന്ന ഒന്നും നടക്കുകയില്ല. അതെ, അവിടെ നമുക്ക് ചില ഹാക്കുകളുണ്ട്. എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ആ ഉറക്കത്തിന്റെ ചങ്ങലയെ, നമുക്ക് മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വന്നേക്കാം പലപ്പോഴും. ഒരു പ്രായം കഴിഞ്ഞാൽ ബ്ലാഡറിന്റെ കപ്പാസിറ്റി കുറയും. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഉറക്കത്തിൽ ഒരു ഘട്ടത്തിൽ ഉറക്കം ഒന്നും. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ഉറക്കത്തിലേക്ക് വീണ്ടും പെട്ടെന്ന് പോയി ഇതിന്റെ നമ്മളുടെ ആ പറയുന്ന സ്ലീപ്പ് സൈക്കിളിന്റെ നൈരന്തര്യം തകർക്കാതെ മൂത്രം ഒഴിക്കുന്നു, തിരിച്ചു വരുന്നു, കിടക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ചെറിയ പെൻ ടോർച്ച് മാത്രം എടുത്തിട്ട് ബാത്റൂമിൽ പോകും. വെളിച്ചത്തിന്റെ വലിയ അകമ്പടിയോടെ ഒന്നും പോകണ്ട. ഇരുട്ടത്ത് നടക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് തന്നെ വലിയ ഒരു ശരീരത്തിന്റെ ഏറ്റവും വലിയ സംഭവമാണ്. നമ്മുടെ ന്യൂറോബിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, വളരെ രസകരമായ ടോപ്പിക്കാണ്. അത് നമുക്ക് രാത്രി ഇരുട്ടത്ത് നടക്കാൻ ചെറിയൊരു പെൻ ടോർച്ച് ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്തിട്ട് മൂത്രം ഒഴിക്കാൻ പോവുക, മെല്ലെ പോവുക, ബ്ലാഡർ ക്ലിയർ ചെയ്യുക, തിരിച്ചു വരിക. വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 4-6-7 അല്ലെങ്കിൽ 4-7-8 ബ്രീത്തിങ് ടെക്നിക് ഉണ്ട്. ഒരു 15-10 പ്രാവശ്യം ഈ ബ്രീത്തിങ് ചെയ്യുക. അതായത് 4 ഇൻഹേൽ, സ്ട്രോങ് പവർഫുൾ ഇൻഹലേഷൻ, ഒരു 4 കൗണ്ട് അല്ലെങ്കിൽ 4 സെക്കൻഡ്, 1 2 3 4. പിന്നെ ഒരു 7 കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു 8 കൗണ്ട് നമ്മൾ മെല്ലെ സ്ലീപ്പ് വിടുക. ഇത് നമ്മളുടെ ഒരു സ്ലീപ്പിലേക്ക് നമ്മൾ പെട്ടെന്ന് ആൽഫ സ്റ്റേജിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമാണ്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഹാർട്ട് റേറ്റ്, നമ്മൾ ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ബ്രീത്തിന്റെ പാറ്റേണിലും ഹാർട്ട് റേറ്റിലും വ്യത്യാസം വരും. ഇതാണ് നമ്മൾ ഉറക്കാവസ്ഥയിൽ നിന്നും ഉണർച്ചയിൽ നിന്നും വലിയൊരു ഡെഫിനിറ്റീവ് ചേഞ്ച്. നമ്മൾ തിരിച്ച് ഉറക്കത്തിന്റെ പാറ്റേണിലേക്ക് ഹാർട്ടിനെയും ബ്രീത്തിനെയും കൊണ്ടുപോകുക എന്നുള്ളതാണ് പണി. എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചതിലേക്ക് പോകുന്നു, അത്രത്തോളം നമ്മളുടെ ഈ പാറ്റേണിൽ, നമ്മുടെ ഉറക്കത്തിന്റെ സൈക്കിൾസിന്റെ നൈരന്തര്യത്തിൽ നമ്മൾ പൂർണ്ണമായ രീതിയിൽ നമ്മൾ ആൽഫയിൽ നിന്ന് നമ്മൾ വീണ്ടും ടോട്ടൽ വേക്ക്ഫുൾനെസ്സിലേക്ക് കുറേ നേരം തിരിച്ചു വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ പറഞ്ഞ റെം സ്റ്റേജിലേക്കുള്ള മോർണിംഗ് ബെനിഫിറ്റുകൾ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ന്യൂജൻ പയ്യന്മാർ വന്നിട്ട് ചെയ്യുന്ന ആ റെം സ്റ്റേജിന്റെ ബെനിഫിറ്റുകൾ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് രാത്രി ഉറങ്ങി മൂത്രമൊഴിക്കാനൊക്കെ എഴുന്നേറ്റാലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2-3 കാര്യങ്ങളാണ്. പതിയെ പോവുക, ഒരു ടോർച്ച് മാത്രം എടുക്കുക, പരമാവധി നിങ്ങൾ ഫോണിന്റെ ടോർച്ചോ അല്ലെങ്കിൽ അതിനായിട്ട് ചെറിയൊരു ലൈറ്റ് ഉപയോഗിക്കുക. പിന്നെ ആ സമയത്ത് വല്ലാതെ നമ്മൾ വലിയ ആക്ടിവിറ്റീസിലൊന്നും പോവാതിരിക്കുക, മെല്ലെ വന്ന് കിടക്കുക, ബ്രീത്ത് ഒന്ന് കൺട്രോൾ ചെയ്യുക, എന്നിട്ട് മെല്ലെ കിടക്കുക. പിന്നെ ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ബ്രത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ബ്രത്തിന്റെ പാറ്റേൺ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് പൊതുവെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? നമ്മൾ ഉറക്കം ഒന്ന് രാത്രി ഞെട്ടിയാൽ, ഒന്ന് തകർന്നാൽ, നമ്മുടെ ആർസെനിക് ആൽബിന്റെ ഒരു സിംറ്റമാണ് സെക്കൻഡ് സ്ലീപ്പ് ഡിഫിക്കൽട്ട്, അല്ലേ? ഇനബിലിറ്റി ടു സ്ലീപ്പ് അഗെയിൻ. ആർസാൽവിന്റെ, ലത്തീഫ് സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ കീനോട്ട് പ്രിസ്ക്രിപ്ഷൻ പോയിന്റ് ആണ്. സെക്കൻഡ് സ്ലീപ്പിൽ പ്രശ്നമുണ്ടെങ്കിൽ ലത്തീഫ് സാർ ആർസ് കൊടുത്തേ നിൽക്കുള്ളൂ, വേറൊരു ചോയ്സ് ഇല്ല അവിടെ. അപ്പം സെക്കൻഡ് സ്ലീപ്പിന്റെ ഈ ചാലഞ്ചിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് പാറ്റേൺ, നമ്മുടെ തോട്ട് പലതരം, അന്നത്തെ പകലുള്ള എല്ലാ വയ്യാവേലികളും എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തലച്ചോറിലേക്ക് ട്രെയിൻ ഓഫ് തോട്ട്സ് നമ്മൾ പറയില്ല. ഒരു പ്രശ്നം, അതിന്റെ വാലയെ പിടിച്ച അടുത്ത പ്രശ്നം, പിന്നെ അതിന്റെ അപ്പുറത്തെ പ്രശ്നം, പിന്നെ പാൽക്കാരന്റെ അല്ലെങ്കിൽ നമ്മുടെ ചെക്ക് മടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ റെന്റ് കൊടുക്കാനായിരിക്കുന്നു. അങ്ങനെ പലതരം പ്രശ്നങ്ങളുടെ, പലതരം പ്രയാസങ്ങളുടെ ഒരു ട്രെയിന് ഇതിങ്ങനെ വരുന്ന ഒരു സമയമാണ് ഉറക്കത്തിന്റെ ആ ഘട്ടം. ഉറക്കം ഒന്ന് തകർന്നാൽ, ഒന്ന്
തെന്നിപ്പോയാൽ ഉണ്ടാവുന്ന സംഭവം. അപ്പം അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ബ്രത്തിൻ്റെ നമ്മുടെ ശ്വാസഗതിയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മരുന്ന്. സോ ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു ഡു ഫോർ ദാറ്റ്. അത് നമ്മൾ കിടന്നുകൊണ്ടാണോ അതോ വന്ന് ഇരുന്നിട്ട് ബ്രത്ത് ചെയ്തിട്ട് കിടക്കുവാണോ ചെയ്യണ്ടേ? ഇതില് പിന്നെ രണ്ട് കാര്യമാണ്. നമ്മൾക്ക് ഒന്ന് ഇരുന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ബ്രത്തിലേക്ക് കിടന്ന് പിന്നെ കിടക്കണം. കിടക്കുമ്പോൾ കുറച്ചു നേരം നമ്മൾ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും കിടന്നിട്ട് ഉറക്കത്തിന് വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് കിടന്നാൽ അത് വേറൊരു സാധനമാണ്. ബെഡും നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു കിടക്കയും നമ്മളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് പകല് കിടക്കയിൽ കിടക്കുന്ന ആളാണെങ്കിൽ പലതരം നമ്മൾ ലാപ്ടോപ്പ് നോക്കിയിട്ട് കമ്പ്യൂട്ടർ നോക്കിയിട്ടോ അല്ലെങ്കിൽ പലതരം ഇതിലൂടെ പകല് ബെഡുമായി ഉറക്കമല്ലാത്തൊരു ബന്ധം സ്ഥാപിച്ച ആളാണെങ്കിൽ രാത്രി ഇത്തരം ഘട്ടങ്ങളിൽ പെട്ടെന്ന് ബെഡിൽ കിടക്കുന്നതിനോ അങ്ങനെ ഇരുന്നിട്ട് സ്ലീപ്പ് ഒന്ന് ഈ പറയുന്ന പോലെ ലോഡ് ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും നന്നാവുക. ഇതിനൊരു ഒറ്റ മരുന്നില്ല, ഓരോ ആളുടെയും സ്വഭാവം അനുസരിച്ചാണ്. ഏറ്റവും നല്ലത് കിടന്നിട്ട് തന്നെ ബ്രത്തിലേക്ക് പോയി അങ്ങനെ തന്നെ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അവിടെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിൽ ചിന്തകൾ വരികയും കിടന്നിട്ട് ചിന്തയുടെ ട്രെയിനിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കണം, അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയിരിക്കണം എന്നൊക്കെയാണ്. ചിലപ്പം രണ്ടാം ഉറക്ക് പലപ്പോഴും പലർക്ക് കിട്ടുക സോഫയിൽ പോയി കിടന്നാലൊക്കെ ആയിരിക്കും. ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർക്ക് ചോദിക്കാം. ഭദ്രൻ ഡോക്ടർ. ഡോക്ടറുടെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്കിതിലൊരു സംശയം, ഇതിനോട് റിലവൻസ് ഉണ്ടോയെന്നു. റിലവൻസ് ഉള്ളതാണ്, എന്നാലും ഒരു സംശയം ചോദിക്കാനുള്ളത്. ഇപ്പം സ്ലീപ്പ് സ്റ്റഡീസ് നടത്തുന്ന ഒരു പ്രവണത ഇപ്പം അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഇടയിലും അത് പ്രിസ്ക്രിപ്ഷനും അല്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് സ്ലീപ്പ് സ്റ്റഡീസ് നടത്തി സ്ലീപ്പ് അപ്നിക്ക് മെഡിസിൻ കൊടുക്കുക, അതിന് അപ്പറേറ്റസ് ഒക്കെ വെച്ച് അത് വെച്ച് ഉറങ്ങണമെന്നുള്ള നിർദ്ദേശമാണ് പല ഡോക്ടേഴ്സും പലർക്കും നൽകാറുള്ളത്. ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, നെർവസ് ഡിസോർഡേഴ്സ്, അങ്ങനെ പല ഇതിനും. അപ്പോൾ അതിൽ ഈ സ്ലീപ്പ് അപ്നിയെ പറ്റി അത് എങ്ങനെ നമുക്ക് എന്തൊക്കെ രൂപത്തിലാണ് അത് ബാധിക്കുന്നത്, ആ സ്റ്റഡീസിൽ എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ റിലവൻസ് ഉള്ളതെന്നുള്ളതൊന്ന് പറയാമോ? പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് അല്ല സ്ലീപ്പ് ഡിസോർഡേഴ്സ്, നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക് അടുത്ത ഘട്ടത്തിൽ വരുന്നുണ്ട്. എങ്കിലും ഞാൻ ചുരുക്കി പറയാം. സ്ലീപ്പ് ആപ്നിയ, ഇത് സ്ലീപ്പിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡിസോർഡേർഡ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ട്. സ്ലീപ്പ് ഡിസോർഡേഴ്സിനെ അഡ്രസ് ചെയ്യാനാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന സ്ലീപ്പ് ആപ്നിയയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെത്ത് പാറ്റേൺസിൻ്റെ അബ്നോർമൽ സൈക്കിൾസിലേക്ക് പോകുന്നു. അത് ഹാർട്ടുമായി ബന്ധപ്പെട്ട ഹൃദയത്തിനെ ബാധിക്കുന്നു. അത് പലതരം രീതിയിലുള്ള എന്താ പറയുക മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്ന് മെറ്റബോളിക് ഡിസീസസിൻ്റെയൊക്കെ നമ്മൾ സിൻഡ്രോം എക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ് ആയിട്ട് പറയുന്നത് സ്ലീപ്പ് ആപ്നിയ. വൺ ഓഫ് ദ വെരി ഫൗണ്ടേഷണൽ തിങ്. അത് അഡ്രസ് ചെയ്യാതെ ഒരു ഹാർട്ട് ഡിസീസും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മൾ കാർഡിയാക് ഡിസീസസും അല്ലെങ്കിൽ കാർഡിയാക് റിസ്ക്, സ്ലീപ്പ് ആപ്നിയയുടെ പിന്നെ എന്താ പറയുക കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ ഒരു മേജർ സ്ട്രോങ് റിസ്ക് ഫാക്ടറായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് സ്ലീപ്പ് ആപ്നിയ കറക്റ്റ് ചെയ്യാതെ എന്തൊക്കെ സ്റ്റാറ്റിൻസ് കൊടുത്തു കഴിഞ്ഞാലും എന്തൊക്കെ പ്രോ കാർഡിയാക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും അത് ഫലപ്രദമാവില്ല എന്നുള്ളതാണ് ഒരു സയൻസിൻ്റെ ഒരു ഭാഗം. നമ്മളും ആ സയൻസിൻ്റെ ആളുകളാവണം. കാരണം ഇവിടെ മരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചില എന്താ പറയുക ഓക്സിലറി മെഷേഴ്സ് ഉണ്ട്, അതിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ലീപ്പ് ആപ്നിയക്ക് നമ്മുടെ മരുന്നുകൾ തന്നെ വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ എന്നുള്ളത് സ്റ്റഡി നമ്മൾ നടത്തണം. അതിന് നമ്മളും രോഗികളെ സ്ലീപ്പ് ആപ്നിയ സ്ലീപ്പ് സ്റ്റഡി നടത്താൻ വേണ്ടി അല്ലെങ്കിൽ 24 hours സ്ലീപ്പ് സ്റ്റഡി നടത്താൻ വേണ്ടി നമ്മളും അയക്കണം. അതൊരു കാർഡിയോളജിസ്റ്റ് മാത്രം ചെയ്യേണ്ട പണിയല്ല. നമ്മൾ അയച്ചിട്ട് സ്ലീപ്പ് സ്റ്റഡി നടത്തിയിട്ട് നമ്മുടെ ഏതൊക്കെ മരുന്നാണ് ഇതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മളെങ്കിൽ ഏതൊക്കെ ടോട്ടലിറ്റിയിലൂടെയാണ് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ആ രീതിയിലുള്ളൊരു ഹോളിസ്റ്റിക് ടോട്ടൽ, ഇപ്പം ഡോക്ടർ ഭദ്രൻ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പിന്നെ അവിടെ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ സ്റ്റഡി നമ്മളും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത്തരം സ്റ്റഡിയിലൂടെ നമ്മൾ പിന്നെ രോഗിയുടെ ആ പറയുന്ന പത്തോളജിക്കൽ സ്റ്റേജ് മനസ്സിലാക്കിയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. സ്വാഭാവികമായിട്ടും നമ്മളുടെ ട്രീറ്റ്മെൻറ്റിന് മുമ്പും ശേഷമുള്ള സ്ലീപ്പ് സ്റ്റഡീസ് നമുക്ക് കോൺഫിഡൻസ് തരും. നമ്മളുടെ മരുന്ന് ഫലപ്രദമായോ, ആപ്നിയയിൽ വ്യത്യാസമുണ്ടോ,
എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഈ സ്റ്റഡീസിലൂടെയാണ്. നന്ദി റത്തൻ സാറേ. അതിപ്പോ നമുക്ക് സമയമായതുകൊണ്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമല്ലോ ഡോക്ടറെ? യെസ് യെസ്, തീർച്ചയായിട്ടും ഉണ്ടാകണം. എന്നാലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതെ തീർച്ചയായിട്ടും. നമ്മുടെ ഈ സമയം കുറവ് മൂലമാണ് ഇടപെടുന്നത്. റത്തൻ ഡോക്ടർ സാറിനൊരു നന്ദി പറയണേ നജീബ് ഡോക്ടർക്ക്. ഇന്ന് നമുക്ക് ഈ സ്ലീപ്പിനെ പറ്റി നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർ നജീബ് അഹമ്മദിന് വളരെ കൂടുതൽ നന്ദി സൂചകമായി എനിക്ക് പറയാനുണ്ട്. അത് ഈ സ്ലീപ്പ് സ്റ്റഡീസിനെ പറ്റിയുള്ളത് അടുത്ത ക്ലാസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് കാര്യം ചെന്നല്ല, അതിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നുള്ളതും ഇത്തരണത്തിൽ പ്രസ്താവ്യമാണ്. ഇതിന് നല്ലൊരു സ്റ്റഡി, നല്ലൊരു പെർസ്പെക്റ്റീവിൽ ഇത് സ്റ്റഡി നടത്തിയിട്ട് ഒരു ക്ലാസ് അവതരിപ്പിച്ച ഡോക്ടർ നജീബ് അഹമ്മദിന് നിങ്ങളുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിലും IFHന്റെ പേരിലും എൻ്റെ പേരിലുള്ള അഗാധമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഡോക്ടറെ പ്രസന്റേഷൻ വീണ്ടും ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ഡോക്ടർ നജീബ്. നന്ദി റത്തൻ സാറേ. എന്തായാലും നമ്മുടെ ജീവിത ശൈലിയിൽ വളരെയധികം പ്രയോജനമുള്ള അനേക ക്ലാസ്സുകൾ, വളരെ നല്ല ക്ലാസ്സുകൾ തരുന്ന നജീബ് അഹമ്മദ് ഡോക്ടർക്ക് 1000 നന്ദി അറിയിക്കുകയാണ്. ഇതുപോലുള്ള ഇതിന്റെ അടുത്ത സെക്ഷനുമായിട്ട് എത്രയും വേഗം വരണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 1770 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായിട്ട് നടക്കുകയും ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.